നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ ഏറ്റവും വലിയ ജീർണത ബാധിച്ചുകൊണ്ടിരിക്കുന്നത് മനുഷ്യന്റെ മനസ്സുകൾക്കാണ്. ഓരോ മനസ്സിന്റെയും മലിനത, അത് മലിനമാണ് എന്ന് സ്വയം തിരിച്ചറിയാൻ പറ്റാത്തൊരവസ്ഥയാണ് ഇന്ന് ഈ സമൂഹം നമ്മൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന ഏറ്റവും വലിയൊരു പ്രയാസം. പണ്ടുകാലങ്ങളിലൊക്കെ ചെറിയ ചെറിയ കാരണങ്ങൾക്ക് മുൻപിൽ പോലും കണ്ണുനീരോടെ അള്ളാഹുവിനെ ഓർത്ത് പ്രാർത്ഥിച്ച് അള്ളാഹുവിന്റെ അരികിലേക്ക് അടുക്കാൻ ആഗ്രഹിച്ചിരുന്ന ആളുകൾ ഇന്ന് സ്വയം ചെയ്യുന്ന കുറ്റത്തിന്റെ പേരിൽ പോലും ഒരു നിമിഷം അള്ളാഹുവിനെ ഓർത്ത് കണ്ണുനീരൊഴുക്കാൻ സാധിക്കാത്തവരായി മാറിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷെ നമ്മൾ കരയാറുണ്ട്. നമ്മൾക്ക് കിട്ടേണ്ട ഒരു അവകാശം ആരെങ്കിലും തരാതിരുന്നാലോ, അല്ലെങ്കിൽ മറ്റുള്ള ആളുകൾ നമ്മളോട് ചെയ്യുന്ന ചില ദ്രോഹത്തിന്റെ പേരിലോ നമ്മൾ സങ്കടപ്പെടാറുണ്ട്, കരയാറുണ്ട്, അറിയാതെ കണ്ണു നിറയാറുണ്ട്. പക്ഷെ നമ്മൾ അനുഭവിക്കുന്ന ഏതേത് പരീക്ഷണങ്ങൾക്ക് മുൻപിലും അതൊന്നും എനിക്ക് മാറാനും അള്ളാഹുവിനെ ഓർത്തുകൊണ്ട് അള്ളാഹുവിന്റെ അടുത്തേക്ക് മടങ്ങാനുമുള്ള ഒരടയാളമാണ് എന്നല്ല മനുഷ്യൻ ഇന്ന് തോന്നിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് കേരളത്തെ ഒന്നടങ്കം ബാധിക്കുന്ന മഹാപ്രളയം പിടിച്ചു കെട്ടാൻ പറ്റാത്ത രീതിയിൽ മലവെള്ളം മനുഷ്യന്റെ മുകളിലേക്ക് വന്നപ്പോ കേരളത്തിന്റെ എല്ലാ ഭാഗത്തു നിന്നും നമ്മൾ കേട്ടത് നമ്മൾ അതിജീവിക്കും എന്ന വാക്കുകളാണ്. അതിജീവിക്കണം, അതിനേക്കാൾ ഉപരി ഞാൻ മാറും. എന്തുകൊണ്ടാണ് അല്ലാഹു തആല ഇത്തരത്തിലുള്ള പരീക്ഷണങ്ങളെ കൊണ്ട് നമ്മളെ നാടിനെ സങ്കടപ്പെടുത്തുന്നത്? അതൊരു പക്ഷേ എനിക്കും നിങ്ങൾക്കും ചിന്തിക്കാനുള്ളതായിരിക്കുമല്ലോ. അല്ലെങ്കിൽ ഞാനൊന്ന് മാറണമല്ലോ. അള്ളാഹുവിന്റെ ഇഷ്ടം കിട്ടുന്ന രീതിയിലേക്ക് എന്റെ കുടുംബം, ഞാൻ, എന്റെ മക്കൾ, ഞാൻ ഇടപെടുന്ന ഓരോ രംഗവും അള്ളാഹുവിന് ഇഷ്ടപ്പെടുന്ന രൂപത്തിലാക്കണം എന്നല്ല മനുഷ്യൻ വാശി പിടിച്ചത്. ഏത് മീഡിയക്ക് മുൻപിലും ആളുകൾ നെഞ്ചും വിരിച്ചു പറഞ്ഞത് ഞങ്ങൾ അതിജയിക്കും. ആരെ അതിജയിക്കും? അള്ളാഹുവിനെ അതിജയിക്കാൻ നമ്മളെ കൊണ്ട് സാധിക്കുകയില്ല. ഈ പൗരത്വ ബില്ലിന്റെ നിലനിൽപ്പ് പോലും ചോദ്യം ചെയ്യപ്പെടുന്ന സമയത്തും നമ്മളെ മനസ്സിനെ അത് അത്രമാത്രം സ്വാധീനിച്ചിട്ടില്ല. റോഡ് വക്കുകളിലൊക്കെ പ്ലേക്കാർഡുകളും പിടിച്ച് ഭരണകൂടത്തിനെതിരെ മുദ്രാവാക്യം വിളിക്കുമ്പോഴും നമുക്ക് ലാഘവത്തമാ, തമാശയാ. ഞങ്ങൾ അതിജീവിക്കും, ദജ്ജാൽ വന്നാൽ പോലും ഞങ്ങൾ പേടിക്കാത്തൊരു ജനതയോടാ ഇറങ്ങിപ്പോകാൻ പറയുന്നത്. നീ നിന്റെ സ്വഭാവം കാണിക്കരുത് എന്നൊക്കെ ഒരു തമാശ രീതിയിൽ എന്തുകൊണ്ട് ഇത്തരത്തിലുള്ള പരീക്ഷണങ്ങളും പ്രതിസന്ധികളും നിലനിൽപ്പും ചോദ്യം ചെയ്യപ്പെടുന്നു? എന്തുകൊണ്ടാണ് വിശ്വാസികളായ ഒരു സമൂഹത്തെ പടച്ച റബ്ബ് ഇത്രമാത്രം പരീക്ഷണത്തിന്റെ മുൾമുനയിൽ നിർത്തുന്നത് എന്നതിനെപ്പറ്റി ചിന്തിച്ചു നോക്കിയിട്ടുണ്ടോ നമ്മൾ? ആ ചിന്തയിൽ നിന്നും ഒരു തുള്ളി കണ്ണുനീര് സ്വന്തം ആലോചിച്ച് പൊഴിച്ചിട്ടുണ്ടോ അള്ളാഹുവിനോട്? എന്തുകൊണ്ടാണ് നാഥ അടിക്കടിയുള്ള പരീക്ഷണങ്ങൾ, പ്രളയത്തിന്റെയും കാലം തെറ്റിവരുന്ന കാലാവസ്ഥകളും പേരറിയാത്ത മഹാരോഗങ്ങളും കുടുംബ ബന്ധത്തിന്റെ അകൽച്ചകളും കൊലപാതകങ്ങളും ജാരന്മാരും ജാരത്തികളും ഒക്കെ വർദ്ധിച്ചു വരുന്ന ഈ കാലഘട്ടത്തിൽ എന്തുകൊണ്ടാണ് റബ്ബേ ഞങ്ങൾക്ക് ഇതൊക്കെ അനുഭവിക്കേണ്ടി വരുന്നത് എന്നതിനെപ്പറ്റി ഒരു 5 മിനിറ്റ് ഇരുന്ന് ചിന്തിച്ച് കണ്ണു നിറഞ്ഞിട്ടുണ്ടോ നമ്മൾക്കാർക്കെങ്കിലും? അതുകൊണ്ടാ ലോകത്തിന്റെ തിരുദൂതൻ സഹാബത്തിനെ പഠിപ്പിച്ചതും നിങ്ങളുടെ ഓരോ സങ്കടങ്ങളും അള്ളാന്റെ അരികിൽ നിന്നായതുകൊണ്ട് ആ റബ്ബിനെ ഓർത്ത് ആ നാഥന്റെ അരികിലേക്ക് ഒരു നിറയുന്ന കണ്ണോടെ മടങ്ങാൻ നമുക്ക് സാധിച്ചിട്ടുണ്ടെങ്കിൽ ഏത് സംരക്ഷണത്തിലും നമ്മളെ കാത്തു നിൽക്കാൻ അള്ളാഹു കൂടെയുണ്ടാകും എന്ന വലിയ സത്യമാണ് വിശുദ്ധ ഖുർആനിലൂടെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മളെ പഠിപ്പിച്ചത്. ജീവിതത്തിന്റെ പല ഘട്ടത്തിലും നമ്മൾ കരയാറുണ്ട്, കണ്ണുനീരൊഴുക്കി റബ്ബിനോട് പ്രാർത്ഥിക്കാറുണ്ട്. മക്കളുടെ രോഗം, വിദ്യാഭ്യാസം നേടിയിട്ടും ഒരു ജോലിയാകാത്ത മകൻ, കെട്ടിച്ചു വിട്ടിട്ടും കുടുംബ വീട്ടിൽ കണ്ണുനീരോടെ സങ്കടം അനുഭവിച്ച് ജീവിക്കുന്ന മക്കൾ, സ്വന്തം ജീവിതത്തിൽ മക്കൾക്ക് വേണ്ടി അധ്വാനിച്ചിട്ടും കഷ്ടപ്പാട് തീരാത്ത നമ്മൾ, ഇതൊക്കെ പ്രാർത്ഥിക്കുമ്പോ അറിയാതെ നമ്മളെ കണ്ണ് നിറയും, നാഥനോട് നമ്മൾ സങ്കടം പറയും. പക്ഷേ എപ്പോഴെങ്കിലും അള്ള വാരിക്കോരി തന്നിട്ടും അള്ളാഹുവിന്റെ റഹ്മത്തിനോടും കാരുണ്യത്തോടും
ഞാൻ എന്ത് നന്ദി കാണിച്ചു റബ്ബേ? ഇക്കണ്ട കാലങ്ങളത്രയും അള്ളാഹു ആയുസ് നീട്ടിത്തന്നിട്ടും എനിക്കെങ്ങനെ റബ്ബിന്റെ അരികിലേക്കെത്താൻ, നാഥന്റെ തൃപ്തി നേടാൻ സാധിച്ചു എന്നാലോചിച്ച് ചെയ്തു പോയ നന്ദികേടും തെറ്റിന്റെയും പേരിൽ ഒരു നിമിഷം കണ്ണു നിറഞ്ഞിട്ടുണ്ടോ നമ്മൾക്കാർക്കെങ്കിലും? അതുകൊണ്ട് ആ ലോകത്തിന്റെ വിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹു തആല മുസ്ലിം സമൂഹത്തെ പഠിപ്പിച്ചതും 14 നൂറ്റാണ്ടുകൾക്ക് മുൻപ് കൊടിയ പീഡനങ്ങളും പ്രയാസങ്ങളും സഹാബത്തിന് അനുഭവിക്കേണ്ടി വന്നു. മാരകമായ പ്രയാസങ്ങൾ. പല പ്രയാസത്തിന്റെ മുൻപിലും കണ്ണുനീരോടെ അവർ അള്ളാന്റെ അടുത്തേക്ക് മടങ്ങി. ഓരോ കാലങ്ങളനുസരിച്ച് അവരുടെ ജീവിതത്തിലേക്ക് അല്ലാഹു തആല പരീക്ഷണങ്ങളും അള്ളാഹുവിന്റെ സഹായങ്ങളും ഇറക്കിക്കൊടുക്കുമ്പോ വീണ്ടും അക്കൂട്ടത്തിലെ ചില ആളുകൾക്ക് അവരുടെ ഹൃദയത്തിൽ അള്ളാഹുവിനെ തൊട്ടുള്ള ഒരു സ്നേഹമോ നാഥനെ തൊട്ടുള്ള ഒരു ബഹുമാനമോ ഇല്ലാതെ ദുനിയാവിന്റെ വലുപ്പവും ആഡംബരവും തിന്നും കുടിച്ചും രമിച്ചും ആസ്വദിച്ചും ഈ ദുനിയാവ് ജീവിച്ച് തീർക്കുന്നത് കണ്ടപ്പോ അല്ലാഹു തആല ചോദിച്ചൊരു ചോദ്യമുണ്ട്. അലം യഅനി ലില്ലദീന ആമനു അൻ തഖ്ശാ ഖുലൂബുഹും ലിദിക്രില്ലാ. അലം യഅനി ലില്ലദീന ആമനു, അല്ലയോ സത്യവിശ്വാസികളെ, നിങ്ങൾക്ക് സമയമായിട്ടില്ലേ? അൻ തഖ്ശാ ഖുലൂബുഹും ലിദിക്രില്ലാ, പ്രപഞ്ചനാഥനായ റബ്ബിന്റെ സ്മരണയിലേക്ക് ഭയപ്പാടോടുകൂടി ഒന്ന് മടങ്ങാൻ നിങ്ങൾക്ക് സമയമായിട്ടില്ലേ? വമാ നസല മിനൽ ഹഖ്, അല്ലാഹു അവതരിപ്പിച്ച വേദഗ്രന്ഥത്തെ തൊട്ടും ആ വേദഗ്രന്ഥത്തിലേക്കും ഒന്ന് മടങ്ങാൻ നിങ്ങൾക്ക് സമയമായിട്ടില്ലേ? വലാ യകൂനു കല്ലദീന ഊത്തുൽ കിതാബ മിൻ ഖബൽ, ഒരിക്കലും നിങ്ങൾ മുൻഗാമികളെ പോലെ ആവാൻ പാടില്ല. എന്തേ മുൻഗാമികൾക്ക് സംഭവിച്ചത്? ഓരോന്നും ചോദിക്കുന്നതിനനുസരിച്ച് അള്ളാഹു അവർക്ക് നൽകി. അവരാഗ്രഹിക്കുന്നത് മുഴുവനും അള്ളാഹു അവർക്ക് നൽകി. ബനു ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം ജീവിക്കാനുള്ള അവകാശം അള്ളാഹു കൊടുത്തു. ഫിർഔനിൽ നിന്നും ചെങ്കടൽ പിളർത്തി അവരെ അല്ലാഹു തആല രക്ഷപ്പെടുത്തി. ഒരു പ്രദേശത്ത് കൊണ്ടുചെന്ന് അവരാഗ്രഹിക്കുന്ന ഭക്ഷണം കൊടുത്തു. ആകാശത്ത് നിന്ന് മന്നവസൽവ, ഓരോരുത്തർക്കും ഓരോ നീരുറവ വേണം എന്നവര് വാശി പിടിച്ചപ്പോ ഒരു പാറക്കല്ലിൽ നിന്നും 12 നീരുറവ അമ്പിയാക്കൾ വേണമെന്ന് പറഞ്ഞപ്പോ അമ്പിയാക്കൾ, ശുഹദാക്കൾ സ്വാലിഹീങ്ങൾ വേണമെന്ന് പറഞ്ഞപ്പോ സ്വാലിഹീങ്ങൾ, അങ്ങനെ ഓരോന്നും അവര് ചോദിക്കുന്നത് മുഴുവനും അള്ളാഹു അവർക്ക് നൽകി. മന്നവസൽവ മതിയായപ്പോ അവർ അള്ളാഹുവിനോട് പറഞ്ഞു, നാഥാ ഞങ്ങൾക്ക് കക്കിരിയും വെള്ളരിയും ഒക്കെ വേണം. അള്ളാഹു തആല അതും കൊടുത്തു. ഓരോന്ന് കൊടുക്കുന്നതിനനുസരിച്ചും അവരെ സ്വഭാവം മാറാൻ തുടങ്ങി. അള്ളാഹുവിനോട് വെല്ലുവിളിക്കുന്ന ഒരു സ്വഭാവം അവർക്ക് തുടങ്ങി. അതൊക്കെ ഞങ്ങൾക്ക് കിട്ടിയത് ഞങ്ങളെ അധ്വാനം കൊണ്ടും ഞങ്ങളെ പവർ കൊണ്ടും, ഇതൊക്കെ ചെയ്യാനും ഏറ്റെടുക്കാനും ഞങ്ങളെപ്പോലുള്ള ആളുകൾ ഉള്ളത് കൊണ്ട് മാത്രമാ അള്ളാഹു ഞങ്ങളെ അങ്ങനെ ബഹുമാനിക്കുകയും ചോദിക്കുന്നതൊക്കെ തരികയും ചെയ്യുന്നത് എന്ന സ്വയംബോധം, സ്വയം അഹങ്കാരം അത് അവർക്ക് തോന്നിത്തുടങ്ങിയപ്പോ അള്ളാഹു അവരെ ശപിച്ചു. അള്ളാഹുവിന്റെ ശിക്ഷ അവർക്കിറങ്ങി. വീണ്ടും റബ്ബ് ഓർമ്മപ്പെടുത്തി അവരുടെ മനസ്സിനെ പറ്റി, ഫഖസത്ത് ഖുലൂബുഹും വകസീറും മിൻഹും ഫാസിഖൂൻ. ഒരുപാട് കാലം ഈ ആദർശം കിട്ടിയപ്പോ അവർക്ക് ഇതിന്റെ വിലയറിയാതായി പോയി. എന്താണ് ഈ ആദർശത്തിന്റെ മഹത്വം? അള്ളാഹുവിനുള്ള വിശ്വാസം എങ്ങനെ നിലനിർത്തണം? ഇതൊന്നും ചിന്തിക്കാതെ മനസ്സ് കടുത്തുപോയ അവരെ അല്ലാഹു തആല തെമ്മാടികളാക്കി കണ്ടെന്നും ശപിച്ചെന്നും വിശുദ്ധ ഖുർആൻ പറയുന്നുണ്ടെങ്കിൽ നമ്മൾ ഓരോരുത്തരും ചിന്തിക്കേണ്ടത് നമ്മളെ പറ്റിയ. ഇതര ആശയക്കാരെ നോക്കിയും ആദർശക്കാരെ നോക്കിയും ഇന്നുവരെ ജാറത്തിങ്കൽ പോകാത്തവനാ ഞാൻ. പക്ഷേ ഒരു തവണ പോലും അള്ളാനെ ഓർത്ത് നമ്മൾ കരഞ്ഞിട്ടില്ല. ഇന്നുവരെ ഒരു ബിദ്അത്ത് ചെയ്യാത്തവനാ ഞാൻ. ഇന്നുവരെ അള്ളാഹ് നൽകിയതിനെ പറ്റി ആലോചിച്ച് അള്ളാന്റെ കാരുണ്യത്തിന്റെ മുൻപിൽ ഒരു തുള്ളി കണ്ണുനീര് നമ്മൾ പൊഴിച്ചിട്ടില്ല. ഇന്നുവരെ മറ്റേതെങ്കിലും തോന്നിവാസങ്ങളോ ഇസ്ലാം പഠിപ്പിക്കാത്ത പുത്തൻ ആചാരങ്ങളോ നമ്മൾ ചെയ്തിട്ടില്ല. പക്ഷെ ഇന്നുവരെ അള്ളാഹുവിനോട് നമ്മൾ കാണിച്ച നന്ദികേടിന്റെ പേരിൽ ഒരു തവണ പോലും നമ്മളെ കണ്ണു നിറഞ്ഞിട്ടില്ല. അതുകൊണ്ട് റബ്ബ് പറഞ്ഞതും വിശുദ്ധ ഖുർആനിലൂടെ അവർക്ക് ആദർശത്തിന്റെ വിലയറിയില്ല. അവരെ മനസ്സ് കടുത്തു പോയിട്ടുണ്ട് റസൂലേ. പാറക്കല്ലിനെ പോലെ അതിനേക്കാളും ശക്തമായി അവരുടെ മനസ്സ് കടുത്തു പോയിട്ടുണ്ട്. അതുകൊണ്ട് നബിയെ, അവരുടെ ഹൃദയം അള്ളാഹിനെ ഏൽപ്പിക്കാൻ പറയണം. ആ ഹൃദയം നാഥനെ ഏൽപ്പിക്കണമെങ്കിൽ അവർക്കൊരു ക്വാളിറ്റി ഉണ്ടാകണം. വമാ നസല മിനൽ ഹഖ്, അള്ളാഹ് അവതരിപ്പിച്ച വേദഗ്രന്ഥത്തിലേക്ക്, പരിശുദ്ധ ഖുർആനിലേക്ക് മടങ്ങാൻ അവരെ കൊണ്ട് സാധിക്കണം. ആ ആയത്തിന്റെ ഓരോ വാക്കുകൾക്കനുസരിച്ചും അവരുടെ ഹൃദയത്തെയും സ്വഭാവത്തെയും കർമ്മത്തെയും
അവർക്ക് ചിട്ടപ്പെടുത്താൻ സാധിക്കണം. അള്ളാഹുവിന്റെ പ്രവാചകന്റെ സഹാബാക്കളോ ഒരായത്ത് കേൾക്കുമ്പോഴേക്കും അവർ കരയാൻ തുടങ്ങും. എത്ര ആയത്ത് കേട്ടിട്ട് നമ്മൾക്ക് കരയാൻ സാധിച്ചു? ഏതായത്ത് കേട്ടിട്ട് സ്വയം കുറ്റബോധം തോന്നി? ഏതായത്തോതിയപ്പോഴാ നമ്മൾ പരലോകത്തെ ആലോചിച്ച് കരഞ്ഞത്? ഏതായത്തോതിയതിന്റെ പേരിലാ നെഞ്ച് പൊത്തിപ്പിടിച്ച് കുനിഞ്ഞിരിക്കേണ്ടി വന്നത്? ഇന്ന് വരെ നമ്മളിൽ ഒരാൾക്കും അത്തരത്തിലുള്ളൊരു ജീവിത രീതി ഉണ്ടായിട്ടില്ല. പക്ഷേ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിലോ ഒരായത്തെ അവർ കേൾക്കുന്നുള്ളൂ എങ്കിലും അതവരെ വല്ലാതെ സ്വാധീനിക്കും. ലോകത്തിന്റെ തിരുദൂതന്റെ കൂടെ ഏത് സമയത്തും പള്ളിയിലും യുദ്ധത്തിനും ഉണ്ടാകുന്ന ഒരു സ്വഹാബി, ആ സ്വഹാബിയെ കുറച്ചു ദിവസം മദീനത്തെ പള്ളിയിൽ കാണുന്നില്ല. സഹാബാക്കള് പരസ്പരം സംസാരിക്കാൻ തുടങ്ങി. ശബ്ദം കേട്ട തിരുദൂതൻ ചോദിച്ചു, എന്തേ സഹാബത്തെ? അവര് പറഞ്ഞു, അള്ളാന്റെ പ്രവാചകരെ, സാബിത്ത് റളിയല്ലാഹു അൻഹുവിനെ കാണുന്നില്ല. 2-3 ദിവസമായി അദ്ദേഹം പള്ളിയിൽ വന്നിട്ടില്ല. ഉടനെ അള്ളാഹുവിന്റെ തിരുദൂതൻ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ 2 പേരെ വിവരമറിയാൻ വേണ്ടി സാബിത്ത് റളിയല്ലാഹു അൻഹുവിന്റെ വീട്ടിലേക്ക് പറഞ്ഞയച്ചു. ആ വീട്ടിൽ ചെന്ന് ഓരോ സഹാബാക്കളും അകത്തേക്ക് നോക്കുമ്പോ കാണുന്നത് ഈത്തപ്പന കൊണ്ട് മറക്കപ്പെട്ട കുടിലിന്റെ ഉള്ളിൽ മണലിൽ ചടഞ്ഞിരുന്ന് തലകുനിഞ്ഞ് കണ്ണുനീർത്തുള്ളികൾ മണലിലേക്ക് ഉറ്റി വീണ് കരഞ്ഞുകൊണ്ടിരിക്കുന്ന സാബിത്ത് റളിയല്ലാഹു അൻഹുവിനെ അവര് ചോദിച്ചു, സാബിത്ത്, മാ അസ്വാബക, നിനക്ക് എന്തേ പറ്റിയത്? നിനക്കെന്താ ഒരു സങ്കടം? ഉടനെ സാബിത്ത് റളിയല്ലാഹു അൻഹു തിരിച്ചു പറഞ്ഞു, സഹാബത്തെ, നിങ്ങൾ എന്നെ ഉപേക്ഷിച്ചു പോണം, എന്നോട് സംസാരിക്കാൻ വരരുത്. എന്താ സാബിത്ത്? എനിക്കെതിരെ അല്ലാഹു തആല ആയത്തിറക്കിയിട്ടുണ്ട്. അല്ലാഹു എന്നെ വെറുത്തുകൊണ്ട് ഒരു ആയത്തിറക്കിയിട്ടുണ്ട്. വിവരമറിഞ്ഞ സഹാബാക്കൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ അടുത്തേക്ക് ഓടി. എന്നിട്ട് പറഞ്ഞു, അള്ളാന്റെ തിരുദൂതരെ, സാബിത്തിനെതിരെ ആയത്തിറങ്ങി എന്നാ അദ്ദേഹം പറയുന്നത്. അതറിയാൻ വേണ്ടി തിരുദൂതനും സഹാബത്തും വീണ്ടും സാബിത്ത് റളിയല്ലാഹു അൻഹുവിന്റെ വീട്ടിൽ വന്നു. സാബിത്ത് റളിയല്ലാഹു അൻഹുവിനോട് അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ചോദിച്ചു, സാബിത്ത്, ഏതാണ് ആ ആയത്ത്? ഞാൻ അറിയാതെ താങ്കൾക്കെതിരെ അള്ളാഹു അവതരിപ്പിച്ച ആയത്തേതാ? സാബിത്ത് റളിയല്ലാഹു അൻഹു തിരിച്ചോതി കൊടുത്തു, യാ അയ്യുഹല്ലദീന ആമനു ലാ തർഫഉ അസ്വാതകും ഫൗക സൗത്തിൻ നബിയ്യി. യാ അയ്യുഹല്ലദീന ആമനു, അല്ലയോ സത്യവിശ്വാസികളെ, ലാ തർഫഉ അസ്വാതകും, നിങ്ങളുടെ ശബ്ദം നിങ്ങൾ ഉയർത്താൻ പാടില്ല. ഫൗക സൗത്തിൻ നബിയ്യി, നിങ്ങളുടെ നബിയുടെ ശബ്ദത്തെക്കാൾ ശബ്ദമുയർത്താൻ പാടില്ല. ഈ ആയത്തോതിക്കൊടുത്ത് സാബിത്ത് റളിയല്ലാഹു അൻഹു തിരിച്ചു ചോദിച്ചു, അള്ളാന്റെ തിരുദൂതരെ, ഇതെന്നെ പറ്റി മാത്രമാ. പലപ്പോഴും താങ്കൾ സംസാരിക്കുമ്പോ ഞാൻ തിരിച്ച് ചില ചോദ്യങ്ങൾ ചോദിക്കുന്ന സമയത്ത് എന്റെ ശബ്ദത്തിന് അല്പം മുഴക്കം കൂടുതൽ ഉണ്ടാവാറുണ്ട്. അത് കേട്ടിട്ട് പല സഹാബത്തും എന്നോട് പറഞ്ഞിട്ടുണ്ട്, സാബിത്തെ, നിന്റെ ശബ്ദം മുഹമ്മദ് നബിയുടെ ശബ്ദത്തെക്കാൾ അല്പം ഗാംഭീര്യമുള്ളതാ, അതുകൊണ്ട് താങ്കൾ ശബ്ദം കുറച്ച് ചോദ്യം ചോദിക്കാവൂ. അല്ലാഹുവിന്റെ തിരുദൂതരെ, ഇതെന്നെ അള്ള വെറുത്തിറക്കിയ ആയത്താ. ഇനി എനിക്ക് അള്ളാഹുവിന്റെ പ്രവാചകനോടൊപ്പം സഞ്ചരിക്കാൻ സാധിക്കില്ല. വീണ്ടും കണ്ണു പൊത്തിപ്പിടിച്ച് കരഞ്ഞു കുനിഞ്ഞിരിക്കുമ്പോ സാബിത്ത് റളിയല്ലാഹു അൻഹുവിന്റെ തോളത്ത് കൈവച്ചിട്ട് അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, സാബിത്ത്, ഇത് താങ്കളെ പറ്റിയല്ല. ഞാൻ അള്ളാഹുവിന്റെ ദീനിനെ പറ്റി ഒരു സദസ്സിൽ പറയുമ്പോ ആ സദസ്സിൽ അത് സ്വീകരിക്കാൻ മടിയില്ലാത്ത ചില വ്യക്തികൾ ഉണ്ടാകും. അവര് വെറുതെ മുടന്തൻ ചോദ്യങ്ങൾ ചോദിച്ച് ഞാൻ പറയുന്ന കാര്യത്തെ നിസ്സാരവൽക്കരിക്കും. അനാവശ്യമായ ചോദ്യങ്ങൾ ചോദിച്ചും എന്റെ ശബ്ദത്തെക്കാൾ ശബ്ദമുയർത്തിയും മറ്റുള്ള സഹാബാക്കൾക്ക് അലോസരമുണ്ടാക്കിയും ഒരു തരം വൃത്തികെട്ടൊരു സ്വഭാവം കാണിക്കുന്ന ചിലർ, വിശ്വാസം ഹൃദയത്തിൽ പ്രവേശിക്കാത്തവർ എന്റെ സദസ്സിലുണ്ടാകും. അവരെ പറ്റിയാണ് അല്ലാഹു തആല ഈ ആയത്ത് അവതരിപ്പിച്ചത് എന്ന് പറയുന്നത് വരെ സാബിത്ത് റളിയല്ലാഹു അൻഹുവിന്റെ കണ്ണിൽ നിന്നും കണ്ണുനീര് തോർന്നിട്ടില്ലായിരുന്നു. സഹോദരങ്ങളെ, നമ്മൾ ഒന്ന് ആലോചിച്ചു നോക്കി. 6000-ൽ പരം വരുന്ന ആയത്തിൽ 114 സൂറത്തുകളിൽ ഏതായത്തോതിയിട്ടാ നമ്മളെ പറ്റിയാന്ന് നമുക്ക് തോന്നിയത്? അലം നശ്റഹ് ലക സദ്റക്, പ്രവാചകരെ, താങ്കളുടെ മനസ്സിന്റെ വിശാലതയാണ് താങ്കളെ ജനങ്ങൾ സ്നേഹിക്കാനുള്ള കാരണം എന്ന് ആവർത്തിച്ചോരോ തവണ നമസ്കാരത്തിൽ ഓതിയിട്ടും സ്വന്തം മനസ്സ് നന്നാവാത്തതിനെ പറ്റി ആ ആയത്തോതി കരഞ്ഞിട്ടുണ്ടോ ഞാനും നിങ്ങളും? എന്തുകൊണ്ടാ എന്റെ സ്വഭാവം കണ്ടിട്ട് ആളുകൾ ഇസ്ലാമിനെ സ്നേഹിക്കാത്തത്? എന്തുകൊണ്ടാ കുടുംബത്തിൽ ഞാനൊരു നല്ല മുസ്ലിമായിട്ടും എന്റെ കുടുംബത്തിൽ എനിക്കൊരു വിലയും നിലയും ഇല്ലാത്തത്? സമൂഹത്തിനിടയിൽ എന്തുകൊണ്ടാ ആൾക്കാരെന്നെ വിലമതിക്കാത്തത് എന്ന് ആ ആയത്തോതിയിട്ട് നമ്മൾക്ക് തോന്നിയിട്ടുണ്ടോ? ഏതായെങ്കിലും നമ്മൾ ഓതിക്കൊണ്ടിരിക്കുന്ന ഏതെങ്കിലും ഒരു ആയത്തോതിയിട്ട് ഒരു നെഞ്ചിന്റെ ഉള്ളിൽ ഒരു വിങ്ങൽ, ഒരു കണ്ണ് നിറയൽ,
ഉണ്ടായിട്ടുണ്ടോ നമ്മൾക്കാർക്കെങ്കിലും? വിശ്വാസികളെ, നിങ്ങൾ ഒരക്ഷരം പോലും മറ്റൊരാളുടെ പച്ചയിറച്ചി തിന്നരുതെന്നും അങ്ങനെ തിന്നുന്നവൻ മരിച്ചു കിടക്കുന്ന ഒരു സഹോദരന്റെ പച്ച മാംസം ശവത്തിൽ നിന്നും തിന്നുന്നവനെ പോലെയാണെന്നും ആവർത്തിച്ച് കേട്ടിട്ടും ആ ആയത്തോതിയിട്ട് കണ്ണു നിറഞ്ഞിട്ടുണ്ടോ നമ്മൾക്ക്? പറയാതിരുന്നിട്ടുണ്ടോ ഒരു പരദൂഷണം? ഏതെങ്കിലും പരദൂഷണങ്ങൾക്ക് വേണ്ടി ചെവി കൊടുക്കാതിരുന്നിട്ടുണ്ടോ? നിങ്ങളുടെ മുഖം നിങ്ങൾ ചുളിക്കരുതെന്നും നിങ്ങൾ അഹങ്കാരത്തോടെ നടക്കരുതെന്നും മുഖം കോട്ടിമാറ്റുന്നത് പോലും ഒരു വിശ്വാസിക്ക് ചേർന്നതല്ലെന്നും പഠിച്ചതിന് ശേഷം അതെന്നിൽ സംഭവിച്ചു പോയി എന്ന ആശങ്കയുടെ പേരിൽ നെഞ്ചു പൊട്ടിയിട്ടുണ്ടോ നമ്മൾക്കാർക്കെങ്കിലും? കുടുംബ ബന്ധം മുറിക്കുന്നവൻ അള്ളാന്റെ സ്വർഗത്തിന്റെ ഏലത്ത് പോലും വരില്ലെന്നും വത്തഖുല്ലാഹല്ലദീ തസാഅലൂന ബിഹി വൽ അർഹാം, കുടുംബ ബന്ധം മുറിക്കുന്ന ആളുകൾക്ക് പരലോകത്ത് കാലിന്റെ ഒരടി മുൻപോട്ട് വെക്കാൻ അള്ളാഹ് അവകാശം നൽകില്ല എന്ന് 1000 തവണ കേട്ടിട്ടും നെഞ്ചു പൊട്ടിയിട്ടുണ്ടോ നമ്മൾക്കാർക്കെങ്കിലും? ഇന്നുവരെ അള്ളാഹുവിനെ ഓർത്ത് കണ്ണു നിറയാൻ നമ്മൾക്ക് സാധിച്ചിട്ടില്ല. പക്ഷേ നമസ്കാരം കൃത്യമാ, ഓരോന്നും കൃത്യമായി നിർവഹിക്കുമെന്നല്ലാതെ നാഥനെ ഓർത്ത് ഒന്ന് കരയാൻ നമ്മളെ മനസ്സ് പാകപ്പെട്ടിട്ടില്ല, ചെയ്തു പോയ കുറ്റത്തിന്റെ പേരിൽ പോലും. അള്ളാഹുവിന്റെ വിശുദ്ധ ഖുർആനിൽ ലോകത്തിന്റെ റബ്ബ് അവതരിപ്പിച്ച ഒരു വചനം, ഫഇദൽ മഊദത്തു സുഇലത് ബിഅയ്യി ദൻബിൻ ഖുതിലത്, ജീവനോട് കൂടി കുഴിച്ചു മൂടപ്പെട്ട പെൺമക്കൾ നാളെ പരലോകത്ത് നാഥന്റെ കോടതിയിൽ വന്ന് വാപ്പന്റെ നേരെ നിന്ന് ചോദിക്കും, ബിഅയ്യി ദൻബിൻ ഖുതിലത്, എന്തിനാണ് വാപ്പ നിങ്ങൾ എന്നെ ജീവനോടെ കൊന്നത് എന്ന് ആ പെൺമക്കൾ ചോദിക്കും. ഈ ആയത്ത് അവതരിക്കപ്പെട്ടപ്പോ തന്റെ വീട്ടിൽ നിന്നും ഞെട്ടിപ്പടഞ്ഞെഴുന്നേറ്റ് ഓടി വന്നൊരു സ്വഹാബി ആമിർ റളിയല്ലാഹു അൻഹു ഓടിക്കതച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമന്റെ വീട്ടിലെത്തി. എന്നിട്ട് ചോദിച്ചു, അല്ലാഹുവിന്റെ തിരുദൂതരെ, ഇങ്ങനെ ഒരായത്ത് അവതരിക്കപ്പെട്ടിട്ടുണ്ടോ? ഉണ്ട് ആമിർ, ജീവനോട് കൂടി കുഴിച്ചു മൂടപ്പെട്ട പെൺമക്കൾ പരലോകത്ത് റബ്ബിന്റെ കോടതിയിൽ വാപ്പാക്ക് നേരെ തിരിഞ്ഞു നിൽക്കും എന്ന് ചോദിച്ചിട്ടുണ്ട് ആമിർ. അത് വിശുദ്ധ ഖുർആനിലുണ്ട്. ഉടനെ ആമിർ റളിയല്ലാഹു അൻഹു കരയാൻ തുടങ്ങി. കരഞ്ഞ് കരഞ്ഞ് അദ്ദേഹത്തിന്റെ കണ്ണുനീർത്തുള്ളികൾ തിരുദൂതന്റെ കാലിന്റെ അടിയിലേക്ക് കുറ്റി വീഴാൻ തുടങ്ങി. അള്ളാന്റെ തിരുദൂതൻ ചോദിച്ചു, ആമിറെ, എന്തേ താങ്കൾക്ക് പറ്റിയത്? തിരിച്ചു പറഞ്ഞു, പ്രവാചകരെ, എനിക്ക് പെൺമക്കളായിരുന്നു. ഓരോ പെൺമക്കളെയും ഞാൻ അങ്ങനെ ജീവനോടെ ഇല്ലാതാക്കിയതാ. അവസാനത്തതും പെൺകുട്ടിയായപ്പോ അവളെ ഞാൻ ജീവിപ്പിക്കാനും അവൾക്ക് ജീവൻ മുൻപോട്ട് കൊണ്ടുപോകാനും തീരുമാനിച്ചു. ആരും അറിയാതെ ഞാൻ എന്റെ മകളെ വളർത്തി. എന്റെ പ്രദേശത്തെ ഗോത്രക്കാർക്ക് അപമാനമായിരുന്നു റസൂലെ പെൺമക്കൾ. അതുകൊണ്ട് ഏത് പെൺമക്കളെയും കൊല്ലാൻ എന്റെ ഗോത്രം കൽപ്പിച്ചിരുന്നു. പക്ഷേ ആ പൊന്നുമോളെ കൊല്ലാതെ ഞാൻ അവളെ സംരക്ഷിച്ചു കൊണ്ടുവന്നു. പക്ഷേ എന്റെ മകളെ കണ്ട ഗോത്രത്തലവയിൽപ്പെട്ട ചില ആളുകൾ അവളെ കൊല്ലാൻ വേണ്ടി വീണ്ടും എന്റെ പിന്നാലെ കൂടി. മനസ്സില്ലാ മനസ്സോടെ മക്കയിലെ ഉയർന്ന കുന്നിൻ പ്രദേശത്ത് കൊണ്ടുപോയി ആ പൊട്ടക്കിണറ്റിലേക്ക് എന്റെ മകളെ വലിച്ചെറിയുമ്പോ എന്റെ വാപ്പ എന്ന് വിളിക്കുന്ന ആ മകളുടെ വാക്ക് ഇപ്പോഴും എന്റെ ചെവിയിലും കണ്ണിലും കാണുന്നത് പോലെ എനിക്ക് തോന്നുന്നു റസൂലെ എന്നും പറഞ്ഞ് കരയുമ്പോ മഹാനായ ആമിർ റളിയല്ലാഹു അൻഹുവിനെ വീണ്ടും തിരുദൂതൻ നിറക്കണ്ണുകളോട് ഓതിക്കേൾപ്പിച്ചു, ആമിർ ബിഅയ്യി ദംബിൻ ഖുതിലത്, ചോദിക്കും അല്ലാഹ് എന്തിനാണ് ആ പെൺമക്കളെ കൊന്നത് എന്ന്. ആ ചോദ്യം കേട്ടതിന് ശേഷം, ആ ആയത്ത് അറിഞ്ഞതിന് ശേഷം മരണം വരെ ആമിർ റളിയല്ലാഹു അൻഹുവിന്റെ കണ്ണിൽ നിന്നും കണ്ണുനീര് ചോർന്നിട്ടില്ല എന്ന് ഇസ്ലാമിക ചരിത്രം നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. അങ്ങനെ ഒരു ആയത്ത് കേൾക്കുമ്പോ ഞാൻ ചോദിക്കട്ടെ രക്ഷിതാക്കളോട്, അന്ന് ജീവനോടെയാണ് പെൺമക്കളെ കുഴിച്ചു മൂടിയത്. അതേ പെൺമക്കളോട് അനാദരവും ആ പെൺമക്കളോടുള്ള അവകാശവും കൃത്യമായി പാലിക്കാത്ത മാതാപിതാക്കളോട് ആ പെൺമക്കൾ പരലോകത്ത് ചോദ്യം ചോദിക്കും എന്ന് ലോകത്തിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മുസ്ലിം സമൂഹത്തെ പഠിപ്പിച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് 2 പെൺമക്കളാണോ, അവരെ പൊന്നുപോലെ നോക്കിയാൽ നിങ്ങൾക്ക് അല്ലാഹുവിന്റെ സ്വർഗം ഉറപ്പായി. 3 പെൺമക്കളെ പൊന്നുപോലെ നോക്കി അവർക്കൊരു ജീവിത പാതയും കാണിച്ചു കൊടുത്ത് കെട്ടിച്ചു വിട്ടാൽ, അള്ളാഹുവിനെ സാക്ഷി നിർത്തി അവർക്കൊരു മതബോധ ജീവിതം ഉണ്ടാക്കി കൊടുത്താൽ നിങ്ങൾ അള്ളാന്റെ സ്വർഗത്തിന്റെ അവകാശിയായി എന്ന് പഠിപ്പിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ, കെട്ടിച്ചു വിട്ട പെൺമക്കൾക്ക് പരലോക ബോധമുള്ള കുടുംബമാണ് ഉണ്ടാക്കി കൊടുത്തത് എന്ന് ആലോചിച്ചിട്ടെങ്കിലും കരഞ്ഞിട്ടുണ്ടോ നമ്മൾ ആരെങ്കിലും? തറവാടിന്റെ വലുപ്പം നോക്കിയും കെട്ടുന്നവന്റെ ആറക്ക ശമ്പളം നോക്കിയും കുടുംബക്കാരുടെ താല്പര്യം നോക്കിയും സ്വന്തം പെൺമക്കളോട് പോലും ന്യായം കാണിക്കാത്ത വാപ്പാരാ ഉമ്മാരാ നമ്മളിൽ പലരും തെരഞ്ഞത് കുടുംബമാ, പലരും തെരഞ്ഞത് സൗന്ദര്യമാ, പലരും അന്വേഷിച്ചത് തറവാട് മഹിമയാ, പലർക്കും ആ നോട്ടം കിട്ടാനുള്ളതിനാ. അവസാനം ആ പെൺമക്കൾ, മുവഹിദായ പെൺമക്കൾ മുശ്രിക്കായ കുടുംബത്തിൽ ചെന്ന് അവിടെയുള്ള റാത്തീബിനും
അവിടെയുള്ള മൗലൂദിനും നേർച്ചച്ചോറും അത്തരത്തിലുള്ള ശിർക്കൻ പ്രവർത്തനങ്ങളിലും സജീവമായി കിടക്കുമ്പോ അറിഞ്ഞ് ചിന്തിച്ചിട്ടുണ്ടോ വാപ്പാരെ, എന്റെ പെൺമക്കളെ നശിപ്പിച്ചതിന്റെ പേരിൽ പരലോകത്ത് അല്ലാഹുവിന്റെ കോടതിയിൽ തലകുമ്പിട്ട് നിൽക്കേണ്ട ഗതികേടിനെ പറ്റി, ആ ചിന്തയെപ്പറ്റി ഓർത്ത് കരഞ്ഞിട്ടുണ്ടോ? മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിൽ ദരിദ്രനായിരുന്ന ബിലാൽ റളിയല്ലാഹു അൻഹുവിനെ ധനാഢ്യനായിരുന്ന അബ്ദുറഹ്മാൻ ബിൻ ഔഫ് റളിയല്ലാഹു അൻഹു കല്യാണം കഴിപ്പിച്ചു കൊടുത്തത് സ്വന്തം പെങ്ങളെയാ. ലക്ഷപ്രഭുവൻ എന്നറിയപ്പെട്ടിരുന്ന അബ്ദുറഹ്മാൻ ബിൻ ഔഫ് റളിയല്ലാഹു അൻഹു സ്വന്തം പെങ്ങളെ ബിലാൽ എന്ന കറുത്ത കാപ്പിരിക്ക് കെട്ടിച്ചു കൊടുത്തു. ബിലാലിനെ ചൂണ്ടി അബ്ദുറഹ്മാൻ ബിൻ ഔഫ് പറയുന്നുണ്ട്, എന്റെ പെങ്ങളോട് ഞാൻ നീതി കാണിച്ചു. ബിലാലിനേക്കാളും മനസ്സ് വെളുത്തൊരാളെ എനിക്ക് എന്റെ പെങ്ങൾക്ക് കാണിച്ചു കൊടുക്കാനില്ല. എന്റെ പെങ്ങളുടെ പരലോകം ആലോചിച്ചിട്ടാ ബിലാലിനെ ഞാൻ അയാൾക്ക് അഥവാ കൂട്ടിച്ചേർത്തതെന്നും നിക്കാഹ് കഴിപ്പിച്ചതെന്നും ആ മകളുടെ പെങ്ങളുടെ മുഖത്ത് നോക്കി ആ ആങ്ങളെ പറയുമ്പോ സ്വന്തം മകന്റെ മുഖത്ത് നോക്കി ഒരു വാപ്പാക്ക് പറയാൻ പറ്റണം, നിന്റെ മകന് പരലോകബോധമുള്ള കുടുംബം ഞാൻ ഉണ്ടാക്കി കൊടുത്തത്. അല്ലെങ്കിൽ ഇതേ ആയത്ത് കേട്ടാൽ നമ്മളും കരയണം. മക്കള് നാളെ നമ്മളെ നേരെ തിരിഞ്ഞു നിൽക്കും. വിവരമില്ലാത്തൊരു കാലത്ത് ദുനിയാവിന്റെ മായാവലയത്തിൽപ്പെട്ട് ജീവിക്കുമ്പോ എന്തുകൊണ്ട് വാപ്പാ ഉമ്മ നിങ്ങൾ എനിക്കൊരു നല്ല കുടുംബം തന്നില്ല, എന്റെ ജീവിതം നഷ്ടപ്പെടുത്തുന്ന ഒരു അവസ്ഥ നിങ്ങൾ എന്നോട് ചെയ്തല്ലോ എന്ന് സ്വന്തം മക്കള് ചോദിക്കുന്നതിനെ പറ്റി ഓർത്ത് കരഞ്ഞിട്ടുണ്ടോ നമ്മൾ എപ്പോഴെങ്കിലും? ഈ രീതിയിലാണ് അള്ളാഹുവിന്റെ തിരുദൂതന്റെ സഹാബാക്കൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിൽ നിന്നും അള്ളാഹിനെ സ്നേഹിച്ചു തുടങ്ങിയത്. അതുകൊണ്ടാ മഹാനായ തിരുദൂതൻ മുസ്ലിം സമൂഹത്തെ ഓർമ്മപ്പെടുത്തിയ ഒരു കാര്യം, ഒരിക്കൽ മദീനത്തെ പള്ളിയിലിരിക്കുന്ന സമയത്ത് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹുവിനെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ അടുത്തേക്ക് വിളിച്ചു. എന്നിട്ട് പറഞ്ഞു, ഇഖ്റ അലയ്യൽ ഖുർആൻ. ഇബ്നു മസ്ഊദേ, എന്റെ വിശുദ്ധ ഖുർആൻ, എനിക്ക് അല്ലാഹ് അവതരിപ്പിച്ചു തന്ന പരിശുദ്ധ ഖുർആൻ അതൊന്ന് എനിക്ക് താങ്കൾ ഓദിത്ത, ഞാൻ അതൊന്ന് കേൾക്കട്ടെ. ഉടനെ തന്നെ കുൽത്തു, ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു തിരിച്ചു ചോദിച്ചു, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ പ്രവാചകരെ, ഇഖ്റ അലൈക വ അലൈക ഉൻസില, അല്ലാഹു താങ്കൾക്ക് അവതരിപ്പിച്ച ഖുർആൻ ഞാൻ താങ്കൾക്ക് ഓതിത്തരാനോ? അതെന്തിനാ നബിയേ? ഖാല, തിരുദൂതൻ തിരിച്ചു പറഞ്ഞു, ഇന്നി ഉഹിബ്ബു അൻ അസ്മഅഹു മിൻ ഗൈരി, എന്റേതല്ലാത്ത ശബ്ദത്തിൽ മറ്റൊരു നാവിലൂടെ അത് കേൾക്കാൻ എനിക്ക് വല്ലാത്തൊരു മോഹം. ഫഖറഅതു, അങ്ങനെ ഇബ്നു മസ്ഊദ് ഓതിത്തുടങ്ങി. അലൈഹി സൂറത്തുൻ നിസാ, അങ്ങനെ സൂറത്തുൻ നിസാ ഓതിത്തുടങ്ങി. ഹത്താ യഅതി ഇലാ ഹാദിഹിൽ ആയ, ഈ ആയത്തെത്തിയ സന്ദർഭത്തിൽ ലോകത്തിന്റെ തിരുദൂതന്റെ നേരെ ഈ ആയത്തെത്തിയപ്പം നോക്കിയ സമയത്ത് അദ്ദേഹത്തിന് കാണാൻ സാധിച്ചത്, ആ ആയത്ത് തീരുന്നതിന്റെ മുൻപേ കൈയുയർത്തിയിട്ട് തിരുദൂതൻ പറഞ്ഞു, ഹസ്ബുക്കൽ ആൻ ഇബ്നു മസ്ഊദെ, നിർത്ത്, ഇനി ഓതല്ലേ ഇബ്നു മസ്ഊദ്, അത് ഓതി തീർക്കല്ലേ ഇബ്നു മസ്ഊദ്. ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹുവും സഹാബത്തും തിരുദൂതന്റെ നേരെ നോക്കുമ്പോ ഫൽതഫത ഇലൈഹി ഫഇദാ ഐനാഹു തദ്രിയാൻ, അദ്ദേഹത്തിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ രണ്ട് കണ്ണും നിറഞ്ഞൊഴുകി ചുവന്ന് കലങ്ങി താടി രോമങ്ങൾക്കുള്ളിലൂടെ കണ്ണുനീരുറ്റി വീഴുന്ന കാഴ്ച. ഏതായിരുന്നു ആ ആയത്ത് എന്നറിയാവോ? ഫകൈഫ ഇദാ ജഇനാ മിൻ കുല്ലി ഉമ്മത്തിൻ ബിശഹീദ്, ലോകത്തിന്റെ പ്രവാചകരെ, ഫകൈഫ, താങ്കളൊന്ന് ആലോചിച്ചു നോക്കൂ, ഒന്ന് ചിന്തിച്ചു നോക്കൂ റസൂലേ, ഇദാ ജഇനാ മിൻ കുല്ലി ഉമ്മത്തിൻ ബിശഹീദ്, ഓരോ ജനതക്കും ഓരോ ജനവിഭാഗത്തിനും സാക്ഷിയായി ഞാൻ ഓരോരുത്തരെ കൊണ്ടുവരും. വജിഇനാ ബിക അലാ ഹൗലാഇ ഷഹീദ്, ഉമ്മത്ത് മുഹമ്മദിന്റെ നേതാവായി സാക്ഷിയായി താങ്കളെയാണ് ഞാൻ കൊണ്ടുവരിക എന്ന് ആയത്തിലൂടെ അല്ലാഹു തആല ഓർമ്മപ്പെടുത്തിയ ആ ആയത്ത് ഓതിയപ്പോഴേക്കും അള്ളാന്റെ തിരുദൂതന്റെ കണ്ണു നിറഞ്ഞു, നെഞ്ചുപൊട്ടാൻ തുടങ്ങി. ഇക്കണ്ട മുസ്ലിം ജനതയ്ക്ക് മുൻപിൽ സാക്ഷിയായി നേതാവായി അള്ള എന്നെയാണല്ലോ അവതരിപ്പിക്കുക എന്ന ചിന്ത അള്ളാഹുവിന്റെ തിരുദൂതനെ അത്രമാത്രം കണ്ണുനീരിലേക്ക് കൊണ്ടുപോയിട്ടുണ്ടെങ്കിൽ അതേ സാക്ഷിയായി എന്നെയും നിങ്ങളെയും അല്ലാഹു തആല കൊണ്ടുവരും. എന്നെയും നിങ്ങളെയും അള്ളാന്റെ കോടതിയിൽ ഹാജരാക്കപ്പെടും. ഈ ഇരിക്കുന്ന ഇത്രയും ആളുകൾക്ക് നടുവിൽ ഒരിക്കൽ കൂടി അള്ളാഹു എന്നെ നേതാവാക്കും. എന്നിട്ട് അള്ളാഹു എന്നോട് ചോദിക്കും, അലാഹൽ ബല്ലഗത, നീ അറിയിച്ചു കൊടുത്തിട്ടില്ലായിരുന്നോ? അള്ളാഹുവിനോട് ഞാൻ സാക്ഷി പറയും, അല്ലാഹുമ്മ അശ്ഹദ്, നീ സാക്ഷിയാണ് റബ്ബേ, നിന്റെ വചനത്തെ തൊട്ടും നിന്നെ ഓർത്ത് കരയുന്നതിനെ പറ്റിയും ഞാൻ അവർക്ക് അറിയിച്ചു കൊടുത്തിട്ടുണ്ട്. ഉടനെ അല്ലാഹു തആല തിരിച്ചു ചോദിക്കും, മനുഷ്യരെ, നിങ്ങൾ കേട്ടിട്ടില്ലായിരുന്നോ? നിങ്ങൾ ജുമാക്ക് പോയിട്ടില്ലായിരുന്നോ? നിങ്ങൾ ഖുർആൻ ക്ലാസ്സിൽ പങ്കെടുത്തിട്ടില്ലായിരുന്നോ? നിങ്ങളുടെ ഒരു നേതാവായി
കുടുംബത്തിന്റെ നാഥനല്ലായിരുന്നോ? ഓരോ കുടുംബത്തിന്റെയും നാഥന്മാരായി, ഓരോ സമൂഹത്തിന്റെയും നേതൃത്വമായി, ഓരോ ആദർശത്തിന്റെയും വക്താക്കളായി നാഥന്റെ കോടതിയിൽ ഹാജരാക്കപ്പെടുമ്പോ നാളെ റബ്ബിന്റെ കോടതിയിൽ ഞാൻ എന്റെ ഉത്തരവാദിത്വം നിർവഹിച്ചോ എന്ന ചോദ്യത്തിന്റെ മുൻപിൽ എന്തു മറുപടി പറയും എന്നോർത്ത് നമ്മൾ കരഞ്ഞിട്ടുണ്ടോ? ഒരു നല്ല വാപ്പയാണ് ഞാൻ എന്ന് ചിന്തിച്ച്, ഒരു നല്ല ഉമ്മയാണ് ഞാൻ എന്ന് ചിന്തിച്ചുകൊണ്ട്, പടച്ചോനെ എന്റെ മക്കളുടെ മുൻപിൽ വാപ്പയായിട്ട് അല്ലാഹു എന്നെ ഹാജരാക്കും. എന്നിട്ട് അല്ല ചോദിക്കും, ജന്മം കൊടുത്ത വാപ്പാനോട് ചോദിക്കും, ഈ മക്കൾക്ക് വേണ്ടി നീ എന്ത് ചെയ്തു? വാപ്പയാണ് റാഇയത്തെന്നും കുടുംബത്തിന്റെ ഭരണാധികാരിയെന്നും, അതുകൊണ്ട് വാപ്പാരോട് ചോദ്യം ചെയ്യപ്പെടും, ഉമ്മാനോട് ചോദ്യം ചെയ്യപ്പെടും. ഓരോരുത്തരും സാക്ഷികളാ. ആ ആയത്ത് ഓതിയതിന്റെ പേരിൽ ഈ വചനം നമ്മളോടൊന്ന് ചേർത്ത് വെച്ചാൽ കരയാൻ തോന്നുന്നുണ്ടോ നമ്മൾക്ക്? ഓരോ ജനതന്റെയും സാക്ഷിയായി അല്ല ഓരോരുത്തരെ കൊണ്ടുവരും. നമ്മളെ കുടുംബത്തിന്റെ സാക്ഷി ഞാനായിരിക്കും. ഞാൻ, എന്റെ ഭാര്യ, എന്റെ മക്കൾ, അവർക്ക് മുമ്പിൽ അള്ളാഹുവിനെ ഹാജരാക്കും. ആ സമയത്ത് റബ്ബ് ഭാര്യനോടും മക്കളോടും നീ ഉത്തരവാദിത്വം നിർവഹിച്ചവനാണോ എന്ന് ചോദിക്കുന്ന സമയത്ത് എന്തു മറുപടിയാ പടച്ചോനെ ഞാൻ പറയാ എന്നാലോചിക്കുമ്പോൾ ആ നെഞ്ചിന്റെ ഉള്ളകം പടയാ. തിന്നാൻ കൊടുക്കലല്ല നീതി, വീടുണ്ടാക്കി കൊടുക്കലല്ല നീതി, പഠിപ്പിച്ച് ജോലി ഉണ്ടാക്കി കൊടുക്കലല്ല നീതി. മറിച്ച് പടച്ചോനെ നാളെ റബ്ബിന്റെ കോടതിയിൽ അള്ളാന്റെ സ്വർഗത്തിലേക്ക് പറഞ്ഞയക്കാൻ മാത്രം എന്റെ മക്കളെ വളർത്താനും അവർക്കോട് നീതി കാണിക്കാനും എന്തുകൊണ്ടൊരു വാപ്പാന്നുള്ള നിലക്ക് നിനക്ക് പറ്റിയില്ല എന്ന് ചോദിക്കുമ്പോ എന്തു മറുപടിയാ വാപ്പാരെ നമ്മൾ അള്ളഹാനോട് പറയാ? പടച്ചോനെ ദുനിയാവിൽ പൊരക്കായിരുന്നു ഞാൻ പ്രാധാന്യം കൊടുത്ത്, അതുകൊണ്ട് ഒരു 3 സെന്റും ഒരു ചെറിയ പൊര ഐറ്റിങ്ങൾക്ക് ഉണ്ടാക്കി കൊടുക്കാൻ മെനക്കെട്ടതാണെന്നോ? അള്ള ചോദിക്കും, അള്ളാന്റെ ദുനിയാവ് നശിക്കുന്നതല്ലേ? ഈ ലോകത്ത് അള്ളാന്റെതല്ലാത്തത് എന്താ നിങ്ങൾക്ക് സമ്പാദിക്കാൻ പറ്റിയത്? ഇന്ന് ധരിക്കുന്ന ആഭരണം അത് ഈ ലോകത്ത് ആദ്യം ഉള്ളതാ, ആരൊക്കെയോ ഉപയോഗിച്ചതാ. പിന്നീട് ഓരോരുത്തരും തീയിലിട്ട് അടിച്ചു പരത്തി വെറൈറ്റികളായ ഡിസൈനുകളാക്കി ഇന്ന് നിങ്ങളെ കഴുത്തിലുണ്ട് എന്ന് മാത്രം. നിങ്ങൾ മരിച്ച അതാരെങ്കിലും ജ്വല്ലറി കൊണ്ട കൊടുക്കും, വീണ്ടും അത് തീയിലിട്ട് വാട്ടും, വീണ്ടും അടിച്ചു പരത്തും, വേറൊരു ഡിസൈൻ ആക്കി എടുക്കും. വാപ്പാരെ കൈമൽ കിട്ടിയ 10ഉം 20ഉം സെന്റ് മുൻപാരൊക്കെ ഉപയോഗിച്ചതാ. ആ മണ്ണിലൂടെ നമ്മൾ മാത്രമല്ല നടന്ന്, നമ്മളെക്കാളും ലോകം അടക്കി വാണ പലരും ഈ മണ്ണിന്റെ മേലെ നടന്നിട്ടുണ്ട്. അവർക്കാർക്കും കാത്തരി മണ്ണോ കാത്തരി പൊന്നോ കൊണ്ടുപോകാൻ പറ്റിയിട്ടില്ലെങ്കിൽ ദുനിയാവിന്റെ വലുപ്പം പറഞ്ഞ് ദുനിയാവിന് ജീവിച്ചെന്നുള്ള കാരണം എന്നോട് പറയണ്ട എന്ന് പടച്ച റബ്ബ് നമ്മളെ നേരെ കൈനൂട്ടി പറയുമ്പോ ആ മക്കൾക്ക് മുൻപിൽ സാക്ഷിയായി നിർത്തപ്പെട്ടിട്ടും തലകുനിച്ച് അപമാനിക്കപ്പെട്ട് നരകത്തിലേക്ക് വലിച്ചെറിയപ്പെടുന്ന രംഗം, ആ രംഗം ആലോചിച്ച് കരഞ്ഞിട്ടുണ്ടോ നമ്മൾ ആരെങ്കിലും? ഓർത്തിട്ടുണ്ടോ എപ്പോഴെങ്കിലും? മക്കളെ മുൻപിലും ഭാര്യന്റെ മുൻപിലും ഭർത്താവിന്റെ മുൻപിലും ഹാജരാക്കപ്പെടുന്ന ചോദ്യത്തിന് മറുപടിയില്ലാതെ ബേജാറാവുന്ന ആ ഒരൊറ്റ ആയത്തിന്റെ പേരിലാ ലോകം കണ്ട ഏറ്റവും നല്ല മനുഷ്യൻ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ കണ്ണുനീരോടെ തലകുമ്പിട്ടിരുന്ന് കരയാൻ തുടങ്ങിയത്. കണ്ടു നിൽക്കുന്ന ഓരോ സഹാബത്തും കരയാൻ തുടങ്ങി. അതോടൊപ്പം തന്നെ അല്ലാഹു തആല ചോദിച്ചൊരു ചോദ്യമുണ്ട്, മനുഷ്യരെ അഫമിൻ ഹാദൽ ഹദീസി തഅജബൂൻ, അല്ലാഹുവിന്റെ ഖുർആൻ കേൾക്കുമ്പോ നിങ്ങൾക്ക് ചിരിക്കണം, അത്ഭുതപ്പെടണം എന്നൊക്കെ തോന്നുന്നുണ്ടോ? ആകാശം പൊട്ടിപ്പടരും, സമുദ്രം തിളച്ചു മറയും, തിരമാലകൾ പർവ്വതങ്ങളുടെ മുകളിലേക്ക് അടിച്ചു കയറും, ഭൂമിക്കടിയിലുള്ളത് പുറത്തേക്ക് തള്ളും, ഗർഭിണികളായ സ്ത്രീകൾ മാസം തികയാതെ പ്രസവിച്ചു പോകും, മുലയൂട്ടുന്ന പൈതലിനെ ഉമ്മമാര് വലിച്ചെറിയും, മനുഷ്യനെ കൊന്നു തിന്നാൻ കാത്തു നിൽക്കുന്ന ഹിംസ്ര ജന്തുക്കൾ പോലും മനുഷ്യനെ തൊടാതെ കാത്തിരിക്കും. ഇതൊക്കെ കേൾക്കുമ്പോ അഫമിൻ ഹാദൽ ഹദീസി തഅജബൂൻ, നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ഇതൊക്കെ വെറും അത്ഭുത വാർത്തകളാണെന്ന്, ഇതൊന്നും സംഭവിക്കൂല എന്ന് തോന്നുന്നുണ്ടോ മനുഷ്യരെ? വതൽഹഖൂൻ, ചിരിക്കണം എന്ന് തോന്നുന്നുണ്ടോ നിങ്ങൾക്ക് ആർക്കെങ്കിലും? വലാ തബ്കൂൻ, ഒന്ന് കരഞ്ഞൂടെ മനുഷ്യ എന്ന് അല്ലാഹു നമ്മളോട് ചോദിക്കുന്നത്. അഥവാ ലോകത്തിന്റെ തിരുദൂതന്റെ സഹാബാക്കൾ എന്തെങ്കിലും ഒന്ന് കേൾക്കുമ്പോഴേക്കും അവർക്ക് അവരുടെ നേരെ അവരതൊന്ന് തട്ടിച്ചു നോക്കും. ആ ആയത്തും ഞാനും തമ്മിൽ എന്താ വ്യത്യാസം, ആ ആയത്തും ഞാനും തമ്മിൽ എങ്ങനെയാ എന്നവര് ചിന്തിച്ചു നോക്കുമായിരുന്നു. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിലുള്ള ഒരു ചരിത്രമുണ്ട്. അന്ന് ഏറ്റവും പേരുകെട്ട ഒരു കൊള്ളക്കാരനായിരുന്നു ഫുദൈൽ ഇബ്നു ഇയാദ് എന്നൊരു മനുഷ്യൻ. അന്ന് മദീനത്ത് നിന്ന് ആരെങ്കിലും ഏത് രാജ്യത്തേക്ക് യാത്ര കച്ചവടത്തിന് പോയാലും ഫുദൈൽ ഇബ്നു ഇയാദ് എന്ന കൊള്ളക്കാരനെ ഭയപ്പെട്ടിട്ടേ പോകൂ. ഒരു ദിവസം ഒരു വാപ്പയും മകനും കൂടി ആ യാത്ര കച്ചവട സാധനങ്ങളുമായി യാത്ര പുറപ്പെട്ടു. വഴിവക്കത്ത് വെച്ച് അവരെ കൊള്ളയടിക്കാൻ വേണ്ടി ഫുദൈൽ ഇബ്നു ഇയാദ് എന്ന മനുഷ്യൻ തീരുമാനിച്ചു. ആ മനുഷ്യൻ എല്ലാ സജ്ജീകരണങ്ങളുമായി ഈ വാപ്പയുടെയും മകന്റെയും വീട്ടിന്റെ അരികിലേക്ക് എത്തി. പക്ഷേ ആ സമയത്ത് അകത്ത് നിന്ന പിതാവ് ഓതുന്ന ആയത്ത് ഈ വചനമായിരുന്നു,
അലം യഇനി ലില്ലദീന ആമനു അൻ തഖ്ശഅ ഖുലൂബഹും ലിദിക്രില്ലാ വമാ നസല മിനൽ ഹഖ്. അല്ലയോ മനുഷ്യരെ, വിശ്വാസികളെ, നിങ്ങൾക്ക് സമയമായിട്ടില്ലേ അള്ളാഹുവിലേക്കൊന്ന് മടങ്ങാൻ, നാഥനെ പറ്റി ഒന്ന് മനസ്സിൽ കിടുകിട വിറയ്ക്കാൻ, ഒന്ന് ഭയപ്പാടോടെ റബ്ബിന്റെ അടുത്തേക്ക് മടങ്ങാൻ നിങ്ങൾക്ക് സമയമായിട്ടില്ലേ എന്നായത്ത് കേട്ടപ്പോ അദ്ദേഹത്തിന് മനസ്സിൽ വല്ലാതെ സങ്കടം തോന്നി. അറിയാതെ കണ്ണ് നിറഞ്ഞൊഴുകാൻ തുടങ്ങി. അദ്ദേഹം അകത്ത് കയറി അവരുടെ അരികിലിരുന്ന് ആ വചനങ്ങളെ പറ്റി പഠിച്ചു. പിന്നീട് അദ്ദേഹം നല്ലൊരു മുസ്ലിമായി മാറി. പക്ഷേ വീണ്ടും അദ്ദേഹം മദീനയിൽ താമസിക്കുമ്പോ ആളുകളുടെ നാവുകളിൽ നിന്നും വർത്തമാനം കേട്ടു. പലരും വീണ്ടും ഫുദൈൽ ഇബ്നു ഇയാഹിനെ പേടിക്കാൻ തുടങ്ങി. ഫുദൈൽ ഇബ്നു ഇയാഹിന്റെ മദഹ്, അദ്ദേഹത്തിന്റെ കൊള്ളയുടെ രീതികളൊക്കെ ചില ആളുകൾ മദീനത്ത് വെച്ച് പറയാൻ തുടങ്ങി. തന്റെ ശരീരത്തിൽ നിന്നും ജീവിതത്തിൽ നിന്നും ആ പഴയ കാലത്തെ ദുഷ്പേര് നശിച്ചിട്ടില്ല എന്നറിഞ്ഞപ്പോ പൊട്ടിക്കരഞ്ഞ അദ്ദേഹം മക്കയിലേക്ക് യാത്ര തിരിച്ചു. മക്കയിൽ വന്നു വർഷങ്ങളോളം മക്കയിൽ കഅബാലയത്തിന്റെ മുമ്പിൽ ഇബാദത്ത് ചെയ്ത് അവസാനം ഒരു നല്ല മുത്തക്കിയും മുവഹിദുമായി മദീനത്തേക്ക് തിരിച്ചു ചെല്ലുന്ന ഫുദൈൽ ഇബ്നു ഇയാഹിനെ സ്വാധീനിച്ചതും മാറ്റിയതും ഒരായത്ത അലം യഇനി ലില്ലദീന ആമനു, അല്ലയോ വിശ്വാസികളെ, നിങ്ങൾക്ക് സമയമായിട്ടില്ലേ എന്ന ഒരു ചോദ്യം. ആ ചോദ്യം നമ്മൾക്ക് നേരെ ഒന്ന് ചിന്തിച്ചു നോക്കി. TV കാണുന്നവരെ, ഒരു വക്ത് തെറ്റാതെ സിനിമ കാണുന്നവരെ, സീരിയലിന് അടിമപ്പെട്ടവരെ, തോന്നിവാസം പറയുന്നവരെ, മറ്റൊരുത്തന്റെ പച്ചയിറച്ചി തിന്നുന്നവരെ, തിന്നുന്ന മുതലിൽ ഹറാമും ഹലാലും വേർതിരിക്കാത്തവരെ, ഭാര്യമാരെ വഞ്ചിക്കുന്നവരെ, ഭർത്താക്കന്മാർക്ക് സമാധാനം കൊടുക്കാത്തവരെ, ഭാര്യമാരോട് ന്യായമായി പെരുമാറാത്തവരെ, മക്കളെ നീതിയോടെ വളർത്താത്തവരെ, തമ്പ ജീവിതത്തിൽ കുടുംബത്തെ ദീനിനനുസരിച്ച് ചിട്ടപ്പെടുത്താത്തവരെ, സ്വന്തം വീട് അല്ലാഹുവിന്റെ മലക്കുകൾ ഇറങ്ങുന്ന ഒരു ചുറ്റുപാടിൽ ഇറക്കാത്തവരെ, അലം യഅനി ലില്ലദീന ആമനു, നിങ്ങൾക്ക് സമയമായിട്ടില്ലേ? നിങ്ങൾക്ക് നേരം വെളുത്തിട്ടില്ലേ അള്ളാഹുവിലേക്കൊന്ന് മടങ്ങാൻ? ലോകത്തോരോരോ സങ്കടങ്ങളും കാഴ്ചകളും അള്ളാഹ് കാണിച്ചു തരുമ്പോ നാഥനിലേക്കൊന്ന് മടങ്ങാൻ നട്ടപ്പാതിര നേരത്ത് 11 മണിവരെയും അള്ളാഹുവിന് ഇഷ്ടപ്പെടാത്ത പലത് ചെയ്തിട്ടും നേരം വെളുത്ത് സുബഹി ബാങ്ക് കൊടുക്കുമ്പോ വെളിച്ചം വീഴുന്ന സമയത്ത് ആഞ്ഞു വലിക്കാൻ ശ്വാസം തന്ന് ജീവൻ തിരിച്ചു തന്നിട്ടും അലം യഅനി ലില്ലദീന ആമനു, എന്തേ മനുഷ്യരെ നിങ്ങൾക്ക് സമയമായിട്ടില്ലേ ആ ശ്വാസം തിരിച്ചു തന്ന അള്ളാന്റെ അടുത്തേക്കൊന്ന് മടങ്ങാൻ? ഓരോ സമയവും വക്തിന്റെ സമയവും കിടന്നുറങ്ങിയിട്ടും വീണ്ടും വീണ്ടും തിന്നാനും ദഹിക്കാനും ശരീരത്തിന്റെ ഓരോ അവയവങ്ങളും കൃത്യമായി സൃഷ്ടിച്ച് പരിപാലിക്കുന്ന മനുഷ്യരെ, അലം യഅനി ലില്ലദീന ആമനു, നിങ്ങൾക്ക് സമയമായിട്ടില്ലേ അള്ളാന്റെ അടുത്തേക്കൊന്ന് മടങ്ങാൻ? കഴിക്കുന്ന ഭക്ഷണത്തിൽ ഹറാമുണ്ടെങ്കിൽ നാളെ പരലോകത്ത് നിങ്ങൾ തീക്കുണ്ടാരത്തിൽ വലിച്ചെറിയപ്പെടുമെന്നും ഓരോ സമ്പത്തുകളും മനുഷ്യന്റെ ചിഹ്നങ്ങളായി ശരീരത്തിൽ മുദ്ര വെക്കപ്പെടുമെന്നും, പറമ്പാണ് മോഷ്ടിച്ചതെങ്കിൽ, അതിരാണ് കള്ളത്തരം കാണിച്ചതെങ്കിൽ ഓരോ പറമ്പും കഴുത്തിൽ ചുറ്റപ്പെട്ട് തലകുനിഞ്ഞ് പെരടിയിലേക്ക് ഏൽപ്പിക്കപ്പെട്ട ആ സംഭവവുമായി വേദനയുമായി അള്ളാന്റെ അടുത്തേക്ക് ഹാജരാക്കപ്പെടും എന്നല്ല പറഞ്ഞിട്ടും എന്തേ ദുനിയാവിന് നിങ്ങൾക്ക് ഒഴിവാക്കാൻ സമയമായിട്ടില്ലേ? ആ ചോദ്യം നമ്മളെ നേരെയാണെന്ന് ചിന്തിച്ചു നോക്കി. എന്താ മനുഷ്യരെ, സമയമായിട്ടില്ലേ? ഓരോന്നോരോന്ന് അല്ലാഹു തആല കാണിച്ചു തരുമ്പോ നമ്മൾ അള്ളാനെ വെല്ലുവിളിക്കാൻ നടക്കുക. ഞങ്ങൾ അതിജീവിക്കാം, പ്രകൃതിപരമായി അതിജീവിക്കാം. പക്ഷെ എന്തുകൊണ്ട് അല്ലാഹു തആല വീണ്ടും വീണ്ടും നമ്മളെ പരീക്ഷിക്കുന്നു? ആ പരീക്ഷണത്തെ നമുക്ക് എങ്ങനെ അതിജീവിക്കാൻ സാധിക്കും? നിലനിൽപ്പ് പോലും ചോദ്യം ചെയ്യപ്പെടുന്ന ഒരവസ്ഥയിൽ, നിലനിൽപ്പ് പോലും ആളുകൾക്ക് മുൻപിൽ കൈനീട്ടി യാചിക്കേണ്ട ഒരവസ്ഥയിൽ ആത്മാഭിമാനത്തോടെ ഈ നെഞ്ചകത്തിൽ നിറയെ ഈമാനുമായി ജീവിച്ചിട്ടും എന്തുകൊണ്ട് അല്ലാഹു തആല നമ്മളെ പ്രക്ഷുബ്ധമായ മാനസികാവസ്ഥക്ക് മുൻപിലേക്ക് കൊണ്ടെത്തിച്ചു? അത് അല്ലാഹു വാക്ക് പറഞ്ഞതാ, വലനബലുവന്നകും ബിശൈഇൻ മിനൽ ഖൗഫി വൽ ജൂഇ വനക്സിൻ മിനൽ അംവാലി വൽ അൻഫുസി. ഭയപ്പാടിന്റെ നെഞ്ചരിപ്പുമായി എന്തുകൊണ്ട് അല്ലാഹു തആല വീണ്ടും നമ്മളെ മുൻപോട്ട് കൊണ്ടുപോകുന്നു? നമസ്കരിക്കുന്ന, നോമ്പ് നോൽക്കുന്ന, സ്വാലിഹായ പ്രവർത്തനങ്ങൾ ചെയ്യുന്ന നമ്മളെ വീണ്ടും അല്ലാഹു തആല ഭയപ്പാടിന്റെയും ആശങ്കയിലും എത്തിയിട്ടുണ്ടെങ്കിൽ അവിടെയും അല്ലാഹു ഓർമ്മപ്പെടുത്തുക, അലം യഅനി ലില്ലദീന ആമനു, സമയമായില്ലേ മനുഷ്യരെ ഒന്ന് മാറാൻ? നിസ്കാരവും നോമ്പും അല്ല മാറ്റം, ആത്മീയപരമായി മാറാൻ, നാഥനെ കുറിച്ചൊന്ന് ഓർക്കാൻ, അള്ളാഹു വാരിക്കോരി നൽകുന്ന റഹ്മത്തുകളെ പറ്റി ചിന്തിച്ച് ഒരു തുള്ളി കണ്ണുനീർ അള്ളാന്റെ അടുത്തേക്ക് തിരിച്ചു കൊടുക്കാൻ നിങ്ങൾക്ക് സമയമായിട്ടില്ലേ എന്നാണ് അല്ലാഹു തആല ചോദിക്കുന്നത്. അതോടൊപ്പം തന്നെ വിശുദ്ധ ഖുർആനിലെ ഒരേ ഒരു സൂറത്ത് വചനം, ആ വചനം കേട്ടപ്പോ സഹാബത്തിനുണ്ടായ മാറ്റം, ലൻ തനാലുൽ ബിർറ ഹത്താ തുൻഫിഖൂ മിമ്മാ തുഹിബ്ബൂ. നിങ്ങൾ പുണ്യം ചെയ്തവരാകുന്നത് നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് അള്ളാഹുവിന്റെ മാർഗത്തിൽ ചെലവഴിക്കുമ്പോൾ മാത്രമാ. ഈ ആയത്ത് അവതരിക്കപ്പെട്ട ഉടനെ കണ്ണുനീരോടെ
അബൂ ത്വൽഹ റളിയല്ലാഹു അൻഹു പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അരികിൽ വന്നു. എന്നിട്ട് ചോദിച്ചു, തിരുദൂതരെ, ഏറ്റവും പ്രിയപ്പെട്ടത് എന്റെ തോട്ടമാ. ആ തോട്ടത്തിൽ എപ്പോ ചെന്നാലും കാരക്ക കിട്ടും. പല കിളികളും പക്ഷികളും വന്ന് കാരക്ക കൊത്തിപ്പറക്കാറുണ്ട്. ഞാൻ തടയാറില്ല. ദരിദ്രരായ പട്ടിണിക്കാരിൽ പലരും ആ കാരക്കയെടുത്ത് തിന്നും. ഞാൻ തടയാറില്ല റസൂലേ. പക്ഷേ പ്രവാചകരെ, അതിനേക്കാളേറെ ഈ ആയത്ത് എനിക്ക് വല്ലാതെ സങ്കടം തോന്നുന്നു. നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് അള്ളാഹ്ക്ക് കൊടുക്കണം എന്നല്ലേ? പെറുക്കി തിന്നുന്ന കാരക്കയേക്കാൾ, പക്ഷികൾ കൊത്തിക്കൊണ്ടുപോകുന്ന കാരക്കയേക്കാൾ എനിക്കിഷ്ടം ഈ തോട്ടം തന്നെയാ തിരുദൂതരെ. അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യണം? ഇത് അള്ളാഹുവിന് ദാനമായി തരട്ടെയോ? ലോകത്തിന്റെ തിരുദൂതൻ ആവേശത്തോടെ തിരിച്ചു പറഞ്ഞു, അബൂ ത്വൽഹ, വല്ലാത്തൊരു ലാഭത്തിന്റെ കച്ചവടം, ലാഭത്തിന്റെ ഏറ്റവും നല്ല സ്വഭാവം. പക്ഷെ വേണ്ട അബൂ ത്വൽഹ, താങ്കൾ അത് അർഹതപ്പെട്ട ആളുകൾക്ക് കൃത്യമായി വീതിച്ച് നൽകണം. കുടുംബക്കാർക്കും വേണ്ടപ്പെട്ടവർക്കും താങ്കൾ അത് കൃത്യമായിട്ട് നൽകണം എന്ന് പറയുമ്പോ തന്റെ ആ തോട്ടം, ആയിരക്കണക്കിന് ഈത്തപ്പനകൾ വളഞ്ഞു നിൽക്കുന്ന ആ തോട്ടം വേണ്ടപ്പെട്ട ആളുകൾക്ക് കയ്യിലേൽപ്പിച്ചു കൊടുത്ത് വെറും കയ്യോടെ തിരിച്ചു നടക്കുന്ന അബൂ ത്വൽഹത്തുൽ അൻസാരി റളിയല്ലാഹു അൻഹു. ഒരൊറ്റ ആയത്ത് അദ്ദേഹത്തിന്റെ നെഞ്ചിലുണ്ടാക്കിയ ചലനം എങ്ങനെയാ? ഈ ആയത്ത് നമ്മളും കേട്ടിട്ടുണ്ട്. നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് അള്ളാന്റെ മാർഗത്ത് കൊടുക്കണം. ഇത് കേട്ട സമയത്ത് സഹാബാക്കൾ പലരും വീട്ടിൽ കോടി. ഓരോരുത്തരും വീട്ടിൽ ചെന്ന് തെരഞ്ഞു എന്തെങ്കിലും കൊടുക്കാനുണ്ടോന്നറിയാൻ. പലരും തിരിച്ചു വന്ന് കണ്ണീരോടെ ഇരിക്കുമ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, എന്തേ സഹാബത്തെ, എന്തിനാ കരയുന്ന്? അവര് പറഞ്ഞു, തിരുദൂതരെ, പണക്കാർക്ക് മാത്രം മതിയോ സ്വർഗം? ഞങ്ങൾക്കും വേണ്ടേ സ്വർഗം? അള്ളാന്റെ തിരുദൂതൻ ചോദിച്ചു, അതെന്തേ സഹാബത്തെ? നബിയെ, അവരൊക്കെ കൊടുക്കാൻ മാത്രം അവരെ കയ്യിലുണ്ട്, ഞങ്ങളെ കയ്യിൽ ഒന്നുമില്ല. അള്ളാന്റെ പ്രവാചകരെ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ കരയുന്ന സഹാബത്തിനെ മാറോട് ചേർത്തിട്ട് പറഞ്ഞു, നിങ്ങൾ പുഞ്ചിരിച്ചാ മതി, അതാ സ്വതക്ക. നിങ്ങൾക്ക് കൊടുക്കാൻ പറ്റുന്ന അതാ സ്വതക്ക. ആ പുഞ്ചിരി സ്വതക്കയാണെന്നറിഞ്ഞപ്പോ ഒന്നുമില്ലാത്തവൻ പുഞ്ചിരിച്ച് സമാധാനത്തോടെ പള്ളിയിൽ നിന്ന് ഇറങ്ങിപ്പോയി. ഏറ്റവും ഇഷ്ടപ്പെട്ടത് കൊടുക്കണം എന്ന് പറഞ്ഞപ്പോ ഇല്ലാത്തതിന്റെ പേരിൽ, കൊടുക്കാനില്ലാത്തതിന്റെ പേരിൽ സങ്കടത്തോടെ കണ്ണീരോടെ ഇറങ്ങി നടന്ന സഹാബാക്കൾ. നമുക്ക് കൊടുക്കാൻ ഉണ്ടായിട്ടും ഉള്ളയിലേക്ക് ഏറ്റവും മോശം കൊടുക്കാൻ മനസ്സാഗ്രഹിക്കുന്ന നമ്മൾ, ഓരോ രംഗത്തും അള്ളാന്റെ ദീനിനു വേണ്ടിയാണെങ്കിൽ നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കി. ഞാൻ തമാശക്ക് വേണ്ടി പറയാന്ന് ചിന്തിക്കരുത്. ഏത് മഹലിലും വരിസംഖ്യ 200 ഉറുപ്പ്യന്റെ താഴെ. ഏത് മഹലിലും വരിസംഖ്യ മാസത്തേക്ക് 200 ഉറുപ്പ്യന്റെ താഴെ. അപൂർവങ്ങളെ മേലോട്ടുള്ളൂ. എന്നാൽ ഒരു മാസം വീട്ടിലേക്ക് വലിക്കുന്ന കേബിളിന് 250ന്റെ മേലെയാ. ഒരു ബേജാറും ഒരു കുടുംബക്കാരനും ഉണ്ടാവില്ല. കൊടുക്കുന്നതിന് ഒരു മനസാക്ഷി കുത്തുണ്ടാവില്ല. റീചാർജ് ചെയ്യുന്നതിന് ഒരു മനസാക്ഷി കുത്തുണ്ടാവില്ല. പക്ഷെ പള്ളിന്റെ ഇപ്പോഴും ഗഡുക്കളായിരിക്കും. കൊടുക്കാൻ ചിലർക്ക് താല്പര്യം ഉണ്ടാവൂല. മരിക്കുന്ന അന്ന് എല്ലാ ഗഡുക്കളും കൂടി അടയ്ക്കുന്നവരുണ്ട്. ഞാനിതൊരു തമാശയായിട്ട് പറയും. അതിന്റെ പേരിലൊന്നും ഒരു സങ്കടവും നമുക്കില്ല, ഒരു ബേജാറും നമ്മുടെ മനസ്സിൽ തോന്നിയിട്ടില്ല. ലോകത്തിന്റെ തിരുദൂതന്റെ കാലഘട്ടത്തിലോ ഈ ആയത്ത് കേട്ട സമയത്ത് ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ കയ്യിലുള്ളത് ഒരു യുദ്ധത്തിൽ ഗനീമത്ത് സ്വത്തായി കിട്ടിയ ഒരു തോട്ട. ആ തോട്ടം ഉമർ റളിയല്ലാഹു അൻഹു പ്രവാചകന്റെ കൈകളിലേക്ക് ഏൽപ്പിച്ചു കൊടുത്തുന്ന അള്ളാന്റെ തിരുദൂതരെ, ഈ തോട്ടം ഉമറിൻ്റെതായി സ്വീകരിക്കണം. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഈ തോട്ട തിരുദൂതരെ. ഈ തോട്ട ഇനി എനിക്ക് വേണ്ട, അത് താങ്കൾ ഇസ്ലാമിന് വേണ്ടി സ്വീകരിക്കണം. അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ സന്തോഷത്തോടെ സ്വീകരിച്ചു. ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ മകൻ ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു അദ്ദേഹം ഇങ്ങനെ ആലോചിച്ചു. ഈ ആയത്ത് കേട്ട ഉടനെ മദീനത്തെ പള്ളിയിൽ ഇരുന്ന് ഇങ്ങനെ ആലോചിച്ചപ്പോൾ അദ്ദേഹത്തിന് ഏറ്റവും ഇഷ്ടമായി തോന്നിയത് അദ്ദേഹത്തിന്റെ ഒരു വേലക്കാരി, ഒരു അടിമ സ്ത്രീയായ റോമക്കാരി സുന്ദരി പെണ്ണിനെയാണ്. ഉടനെ അദ്ദേഹം ആ വേലക്കാരിയായ പെണ്ണിനെ മോചിപ്പിച്ച് ലോകത്തിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മാർഗത്തിലേക്ക് വിട്ടു. അഥവാ ആ പെണ്ണിനെ മോചിപ്പിച്ചു. അള്ളാന്റെ തിരുദൂതനും സഹാബക്കളിൽപ്പെട്ട ചിലരും ചോദിച്ചു, ഇബ്നു ഉമർ, താങ്കൾക്ക് അവളെ കല്യാണം കഴിച്ചുകൂടായിരുന്നു? എന്നാൽ സ്വാഭാവികമായും അവൾ മോചിപ്പിക്കപ്പെടുകയും ചെയ്യും, താങ്കൾക്ക് അവളെ ഉപയോഗിക്കാനും പറ്റും, ഭാര്യയായിട്ട് സ്വീകരിക്കാം. ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, അങ്ങനെ ഭാര്യയായി കിട്ടാൻ വേണ്ടിയിട്ടാ ഞാൻ മോചിപ്പിച്ചത് എന്ന് അള്ളാഹ്ക്ക് തോന്നിയാലോ? അതുകൊണ്ട് ഞാൻ മോചിപ്പിച്ചത് അള്ളാന്റെ തൃപ്തിക്ക് വേണ്ടി മാത്ര. ഒരൊറ്റ ആയത്ത് അവരെ നെഞ്ചകം പടപ്പിച്ച് അവർ സകല സ്വത്തുക്കളും വെച്ച് ചിന്തിക്കാൻ തുടങ്ങി, ഇതിൽ ഏറ്റവും നല്ലത് എന്താണ്? ഓരോ സഹാബാക്കളും, മഹാനായ സയ്യിദ് ബിൻ ഹാരിസ റളിയല്ലാഹു അൻഹു, അദ്ദേഹം തന്റെ സ്വത്ത് വെച്ച് ഇങ്ങനെ നോക്കി. ചെറ്റ കുടില്, ഒന്നും കഴിക്കാനില്ലാത്ത ചെറിയ തുരുമ്പിടിച്ച പ്ലേറ്റ് ഓരോന്ന് അദ്ദേഹം മാറ്റുമ്പം നോക്കി വീട്ടിന്റെ പുറത്തെത്തി നോക്കുമ്പോ അദ്ദേഹത്തിന്റെ കുതിര, ലക്ഷണമൊത്തൊരു കുതിര, അതേ ഉള്ളൂ അദ്ദേഹത്തിന് ഏറ്റവും നല്ലതായിട്ട്. ഉടനെ സയ്യിദ് ബിൻ ഹാരിസ റളിയല്ലാഹു അൻഹു ആ കുതിരന്റെ കടിഞ്ഞാണും പിടിച്ച് റസൂലുള്ളാഹിന്റെ അരികിൽ ചെന്നു.
എന്നിട്ട് പറഞ്ഞു, തിരുദൂതരെ ഇത് മതിയാകുമോ? എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടതെന്ന് പറയാൻ ഇതേ ഉള്ളൂ റസൂലേ. ചെറ്റക്കുടിലും ഈത്തപ്പന ഓല കൊണ്ട് മറക്കപ്പെട്ട എന്റെ കൂരയും പ്ലേറ്റ് അഥവാ തുരുമ്പ് പിടിച്ച പ്ലേറ്റും വക്ക് പൊട്ടിപ്പോയ ഒരു തോൽപാത്രവും ഇതൊക്കെ എനിക്കുള്ളൂ. അതിലേറ്റവും നല്ല എന്റെ കുതിരയാ, അത് നിങ്ങൾ എടുത്തോളി തിരുദൂതരെ. അള്ളാന്റെ തിരുദൂതൻ സന്തോഷത്തോടെ സ്വീകരിച്ചു. പക്ഷേ സെയ്ദ് ബിൻ ഹാരിസാന്റെ മകൻ ഉസാമ ഇത് കണ്ട് ഓടി വന്നു. ഉസാമ പറഞ്ഞു, അള്ളാന്റെ പ്രവാചകരെ, ചെറിയ കുട്ടിയാ, ആ കുതിരപ്പുറത്ത് എനിക്കൊന്ന് കയറണം. അവസാനായി റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഉസാമ എന്ന കുട്ടിയെ ആ കുതിരപ്പുറത്ത് കയറ്റി യാത്ര ചെയ്യുമ്പോ സെയ്ദ് ബിൻ ഹാരിസ ദേഷ്യപ്പെട്ടിട്ട് പറഞ്ഞു, റസൂലേ, ഞാനത് അള്ളാഹ്ക്ക് തന്നതാ, ഇനി എന്റെ മകൻ അവകാശം പറയാൻ പാടില്ല. തിരുദൂതൻ തിരിച്ചു പറഞ്ഞു, സെയ്ദ് ബിൻ ഹാരിസ, മകന്റെ ഒരു പൂതിയല്ലേ, അത് നടക്കട്ടെ. ഒരൊറ്റ ആയത്തോണ്ട് അവരെ നെഞ്ചകം പൊട്ടിയതാ. ഓരോരുത്തരും കരഞ്ഞ് അളക്കാൻ പോയതാ സ്വന്തം കുടുംബവും വീടും സ്വന്തം സമ്പാദ്യവും. ഇത് 1000 തവണ കേട്ടിട്ടുണ്ട് ഞാനുങ്ങളും. കൊടുത്തയിലോ കൊടുക്കുന്നതിലോ ഇപ്പോഴും നമ്മൾ ചിന്തിക്കുന്നതോ? റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമസ്കാരം കഴിഞ്ഞ പെരുന്നാൾ നിസ്കാര ശേഷം ബിലാൽ ഇബ്നു റബാഹനെ കൂട്ടും. എന്നിട്ടൊരു തോർത്തുമുണ്ട് കയ്യിൽ പിടിച്ച് സ്ത്രീകൾക്കിടയിലൂടെ ഇറങ്ങും. തിരിച്ചു വരുമ്പോ ബിലാൽ ഇബ്നു റബാഹയുടെ കയ്യിലുള്ള തോർത്തുമുണ്ട് നിറയെ സ്വർണങ്ങൾ നിറഞ്ഞിരിക്കുമായിരുന്നു. ഓരോ സഹാബ പെൺമക്കളും ഊരിയിട്ട് അള്ളാന്റെ സ്വർഗത്തിന് വേണ്ടി കരഞ്ഞ് കൈയുയർത്തി പ്രാർത്ഥിക്കുമ്പോ കണ്ടു നിൽക്കുന്ന സഹാബാക്കൾ പോലും അത് കണ്ട് സങ്കടപ്പെട്ടുപോയിട്ടുണ്ടെന്ന. സഹോദരങ്ങളെ, നമുക്കും അതേ ഇസ്ലാമ കൈവ കിട്ടി. നമ്മളും അതേ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അനുയായികളാ, നമ്മളും അതേ മതത്തിന്റെ അനുയായികളാ. എന്നിട്ടും അങ്ങനെ ഒരു മനസ്സ്, അള്ളാഹനെ ഓർത്തിട്ടൊന്ന് കരയാൻ, പടച്ചോൻ തന്നത് അള്ളാഹ്ക്ക് കുറച്ച് തിരിച്ചു കൊടുക്കാൻ, ആ കൊടുത്തതിലൂടെ പടച്ച റബ്ബിന്റെ പരലോകത്തേക്ക് ഒരു സമാധാനം കിട്ടാൻ, ഇതൊന്നും നമ്മളെ ജീവിതത്തിൽ വരുന്നില്ല. അള്ളാഹ് തന്നതേ എനിക്ക് ഇങ്ങക്കുള്ളൂ. ഒന്ന് ആലോചിച്ചു നോക്കി, ഈ ദുനിയാവുക്ക് ഞാനും നിങ്ങളും വന്നത് വെറും കയ്യോടെയാ. ഇപ്പം കിട്ടിയത് മുഴുവനും അള്ളാഹ് തന്നതാ. അത് നിങ്ങളെ ബിസിനസിന്റെ ട്രിക്കും നമ്മളുടെ പവറും പത്രാസും ഒന്നും അല്ല. നിങ്ങൾ രാവിലെ 8 മണിക്ക് എഴുന്നേറ്റ് പോയി രാത്രി 6 മണി വരെ അധ്വാനിക്കുമ്പോൾ ഒരുത്തൻ നല്ല പൈസക്കാരനാവുന്നു. എന്നാൽ അതേ നാട്ടിൽ ഒരു സാധു 4:45 എഴുന്നേറ്റ് പോയി രാത്രി 10 മണി വരെ അധ്വാനിച്ചിട്ട് ഓന് ദിവസക്കൂലിക്ക് വരുമാനമേ കിട്ടുന്നുള്ളൂ. അപ്പൊ അധ്വാനത്തെക്കാളേറെ പടച്ചോന്റെ ഒരു ബർക്കത്താണത്, അള്ളാഹ് തരുന്നതാണത്. അത് നമ്മളെ പവറാന്ന് മാത്രം വിചാരിക്കരുത്. അങ്ങനെ ചിന്തിച്ചപ്പോ അള്ളാഹ് തന്ന മുതൽ അള്ളാഹ്ക്ക് കൊടുക്കാൻ വേണ്ടി വെപ്രാളപ്പെട്ടു സഹാബാക്കൾ. മദീനത്തെ പള്ളിയിലിരിക്കുമ്പോ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ സഹാബത്തിനോട് ചോദിച്ചു, സഹാബാക്കളെ, ഇസ്ലാം അല്പം ദാരിദ്ര്യത്തിലാ, ആരുണ്ട് ഇസ്ലാമിന് കടം കൊടുക്കാൻ? ആരെങ്കിലും കടം കൊടുത്താൽ വിശുദ്ധ ഖുർആനിലെ ആയത്തിറങ്ങി, നബിയെ, 100 അല്ലാഹു തആല തിരിച്ചു കൊടുക്കും. ഇത് കേട്ട ആയത്ത് പറഞ്ഞപ്പോഴേക്കും വലതുഭാഗത്തുനിന്ന് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു എഴുന്നേറ്റ് അങ്ങോട്ടും നടക്കും, ഇടതുഭാഗത്തുനിന്ന് ഉമർ റളിയല്ലാഹു അൻഹു എഴുന്നേറ്റ് ഇടത്തോട്ടും നടക്കും. സഹാബാക്കളൊക്കെ അമ്പരന്ന് നിൽക്കുക. കാരണം എന്ത് തിരുദൂതൻ ചോദിച്ചാലും കൂടുതലും കൊടുക്കൽ ഇവര് രണ്ടാളുമാണ്. ഇവര് രണ്ടാളും മിണ്ടാതെ പോകുന്നത് കണ്ടപ്പോ സഹാബാക്കൾക്കൊക്കെ ഒരു ആശങ്ക. അവസാനം കാത്തിരുന്നപ്പോ കണ്ടു, ഉമർ റളിയല്ലാഹു അൻഹു പിന്നീട് രേഖപ്പെടുത്തിയിട്ടുണ്ട്, ഞാൻ മിണ്ടാതെ പോകാനുള്ള കാരണം, എന്ന് തിരുദൂതൻ എന്ത് ചോദിച്ചാലും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് കൂടുതലും കൊടുക്കാറുള്ളത് അബൂബക്കർ റളിയല്ലാഹു അൻഹുവ. ഇപ്രാവശ്യം അബൂബക്കറിനെ എനിക്കൊന്ന് മറികടക്കണം എന്ന് വിചാരിച്ച് ഞാൻ എന്റെ വീട്ടിൽ ചെന്ന് പകുതി സ്വത്തെടുത്ത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമന്റെ അരികിലേക്ക് എത്തി. തിരുദൂതന്റെ കയ്യിലേക്ക് ആ പകുതി സ്വത്ത് ഏൽപ്പിച്ചു കൊടുക്കുമ്പോ വലതുഭാഗത്ത് നേരത്തെ ഇരുന്ന അതേ ഇരിപ്പിടത്തിൽ ഇരുന്ന് തലകുനിച്ചിരിക്കുന്ന അബൂബക്കർ റളിയല്ലാഹു അൻഹുവിനെ കേൾക്കത്തക്ക തന്നെ ഉമർ റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറഞ്ഞു, അള്ളാഹുവിന്റെ പ്രവാചകരെ, ഉമറിന്റെ പകുതി സ്വത്ത് ഇസ്ലാമിന് ദാനമായി തന്നിരിക്കുന്നു, പരലോകത്ത് 10 മടങ്ങിനു വേണ്ടി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ സ്വത്ത് ഇങ്ങനെ വാങ്ങുമ്പോൾ അറിയാണ്ട് അങ്ങ് കരഞ്ഞു. ഉമർ റളിയല്ലാഹു അൻഹു ചോദിക്കും, റസൂലേ, എന്തിനാ നിങ്ങൾ കരയുന്നത്? ഉമറിന്റെ ദാനം കൊണ്ടാണോ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയും, അല്ല ഉമർ, പിന്നെന്തിനാ? ഉമറെ, നിനക്കൊരു കഥ കേൾക്കണോ? മക്കയിൽ ശത്രുക്കൾ എന്നെ പീഡിപ്പിക്കുമ്പോ, ശ്വാസം കിട്ടാതെ മക്കയിലെ മണലിൽ മുഖം കുത്തിക്കിടന്ന് ഞാൻ ചക്ര ശ്വാസം വലിക്കുമ്പോ, അടിച്ചു വാരിയ ചപ്പ് ചവറുകൾ തലയിലേക്കിട്ട് ശത്രുക്കൾ ഓടിക്കളയുമ്പോ, ത്വായിഫിലെയും മക്കയിലെയും മരുഭൂമിയിലൂടെ കരിങ്കല്ലുകൊണ്ട് എന്നെ ശത്രുക്കൾ എറിഞ്ഞോടിച്ചപ്പോ ഒരു മനുഷ്യനെ ഞാൻ പ്രത്യേകം ശ്രദ്ധിച്ചിരുന്നു. അതിലൊന്നും പെടാതെ എന്നെ നോക്കി സ്നേഹത്തോടെ പെരുമാറുന്ന ഒരു മനുഷ്യൻ. അവന്റെ സ്വഭാവവും അവന്റെ പെരുമാറ്റവും അവന്റെ സമ്പത്തും കണ്ടപ്പോ അറിയാതെ ഞാൻ അള്ളാഹിനോട് പറഞ്ഞിട്ടുണ്ട്, നാദാ, ആ മനുഷ്യനെ നീ ഒന്ന് ഇസ്ലാമാക്കിയിരുന്നെങ്കിൽ. അള്ളാഹു പ്രാർത്ഥന കേട്ടിട്ടാവാം ആ മനുഷ്യൻ ഇസ്ലാമിൽ വന്നു. ഇസ്ലാമിൽ വന്ന അന്ന് മുതൽ എന്റെ നേരായ ആ മനുഷ്യൻ എന്റെ കൂടെയുണ്ട്. എന്റെ വലം കൈയായി, എന്റെ ഇടം കൈയായി, എന്റെ മുന്നിലും പിന്നിലുമായി
എന്നെ അയാൾ സംരക്ഷിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. എന്റെ സഹാബാക്കൾ പട്ടിണി കിടക്കുമ്പോ അവൻ സ്വത്തെടുത്ത് ഉപയോഗിച്ചിട്ടുണ്ട്. എന്റെ സഹാബാക്കൾ പീഡിപ്പിക്കപ്പെടുമ്പോ ആ പീഡനം മാറ്റാൻ വേണ്ടി ചോദിച്ച കാശ് കൊടുത്ത് അവരെ മോചിപ്പിച്ചിട്ടുണ്ട്. അവസാനം ഇന്ന് മദീനത്തെ പള്ളിയിൽ ഒരു നേരത്തെ ഭക്ഷണം കഴിക്കാനില്ലാതെ മദീനയിലെ പള്ളിയിൽ അന്തി ഉറങ്ങുന്ന ദരിദ്രന്മാരായ സഹാബത്തിന്റെ കൂടെ ആ അന്തി ഉറങ്ങുന്ന ആ മനുഷ്യൻ ആരാന്നറിയണോ ഉമറേ നിനക്ക്? നിന്റെ അബൂബക്കർ ഇന്ന് ദരിദ്രനാ. വീട്ടിലൊന്നും കൊണ്ടുവരാനില്ലാതെ, തിരിച്ചു കൊണ്ടുവരാൻ ഒന്നുമില്ലാതെ വെറും കൈയോടെ മടങ്ങി വന്നിരിക്കുന്ന അബൂബക്കറിനെ കാണുമ്പോ ഞാൻ എങ്ങനെയാ ഉമറേ ചിരിക്കുക? അങ്ങനെ കൊടുക്കാൻ അവര് തയ്യാറായത് അവർക്ക് പരലോകവും അള്ളാൻ ഓർത്തപ്പോ സങ്കടം വന്നതുകൊണ്ടാണ്. നമുക്കും അല്ല തന്നതേ ഉള്ളൂ ഇന്ത്യങ്ങളെയും കയ്യില്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ബദർ യുദ്ധത്തിലേക്ക് പുറപ്പെടുമ്പോ 314 സഹാബത്തിനെങ്ങനെ നിർത്തി. സൂര്യൻ അങ്ങ് കരഞ്ഞുപോയി. കാരണം എല്ലും തോലുമായി പട്ടിണി കിടന്ന് എഴുന്നേറ്റ് വന്ന സഹാബാക്കളാ. പലരെ കയ്യിലും വാളുണ്ടെന്നേ ഉള്ളൂ, പിടിയില്ല. കുന്തണ്ടെന്നേ ഉള്ളൂ, മൂർച്ചല്ല. എന്നാലും ആവേശത്തോടെ നിൽക്കുന്ന അവരെ കണ്ടപ്പോ അറിയാണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ കരയുന്നുണ്ട്. മണലിലേക്ക് കാലുകുത്തി അള്ളാഹിനോട് പ്രാർത്ഥിക്കുമ്പോൾ അള്ളാഹ് വഹിയിറക്കും, ആയത്തിറക്കും. ഏതാ? വലാ തഖൂലൂ ലിമൻ യുഖ്തലു ഫീ സബീലില്ലാഹി അംവാതുൻ ബൽ അഹ്യാഉൻ. നബിയേ, യുദ്ധക്കളത്തിൽ ഷഹീദായി വീണവർ മരിച്ചു എന്ന് പറയേണ്ട റസൂലേ, അവർ അള്ളാന്റെ അടുത്ത് ജീവിച്ചിരിക്കുന്നവരാ. ഈ ആയത്ത് മുൻഭാഗത്തിരിക്കുന്ന ഈ 314 സഹാബാക്കൾ കേൾക്കുമാറ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഓതിക്കൊടുക്കുമ്പോ ആ ആയത്ത് കേട്ട് വായിലേക്ക് ഒരു കാരക്കയുടെ ചീള് വെച്ച് ചവച്ചരയ്ക്കാൻ നിൽക്കുന്ന ഉമൈർ റളിയല്ലാഹു അൻഹു ആ കാരക്ക മാറ്റി ചോദിക്കും, അള്ളാന്റെ തിരുദൂതരെ, ഈ കാരക്ക തിന്നുന്നതിന്റെ മുൻപ് ഞാൻ മരിച്ചാലും ഞാൻ അള്ളാന്റെ അടുത്ത് ജീവിച്ചവനാണോ? ആണ് ഉമൈർ. എങ്കിൽ ഇതാ റസൂലേ, കാരക്ക മറ്റൊരു സഹാബിയുടെ കയ്യിലേൽപ്പിച്ച് യുദ്ധക്കളത്തിലേക്ക് ചാടി ശത്രുവിന്റെ വെട്ടേറ്റ് മരണപ്പെട്ട ഉമൈർ റളിയല്ലാഹു അൻഹു ഒരൊറ്റ ആയത്തെ കേട്ടിട്ടുള്ളൂ. അള്ളാഹ്ക്ക് വേണ്ടി നമ്മൾ സഹിച്ച ത്യാഗം എന്താ? അള്ളാഹ്ക്ക് വേണ്ടി നമ്മൾ എടുത്ത പണി എത്രയാ? നമ്മൾ ഈ കുത്തിരിക്കുന്ന സൗകര്യം പോലും 1000 പണ്ഡിതന്മാർ അനുഭവിച്ച ത്യാഗ. വക്കം മൗലവിയെ പോലെ, മുഹമ്മദ് അബ്ദുറഹ്മാൻ സാഹിബിനെ പോലെ, സെയ്ദ് മൗലവിയെ പോലെ, അലവി മൗലവിയെ പോലെ, അമാനി മൗലവിയെ പോലെ, എ പി അബ്ദുൽ ഖാദർ മൗലവിയെ പോലെ ത്യാഗം സഹിച്ചും ഏറുകിട്ടിയും വൃത്തികെട്ട പല വാക്കുകൾ കേട്ടിട്ടും അന്നത്തെ യൗവനത്തിന്റെ കർമ്മശേഷി ഉപയോഗപ്പെടുത്തി കേരളത്തിന്റെ ഒരറ്റം മുതൽ മറ്റേ അറ്റം വരെ അവർ ത്യാഗം ചെയ്തു. ഉമർ മൗലവിന്റെ ഓർമ്മകളുടെ തീരത്തിലൊക്കെ പറയാറില്ലേ, കടപ്പുറത്തുനിന്ന് പ്രസംഗിക്കുമ്പം ഏറ് കിട്ടിയിട്ട് സെയ്ദ് മൗലവി അടർന്നു പോയ 2 പല്ല് നിലത്തേക്ക് തുപ്പി പ്രസംഗിച്ചു എന്നൊക്കെ. നമ്മൾ എന്ത് ത്യാഗം മനുഷ്യരെ അള്ളാന്റെ ദീനിന് വേണ്ടി ചെയ്ത്? ഈ കേൾക്കലോ, ആഴ്ചക്കാഴ്ചക്കും വെള്ളിയാഴ്ച അല്ലാണ്ട് ഖുർആൻ ക്ലാസ്സിന് പോയിട്ടും കേട്ട് തയമ്പിക്കലോ, ഒരായത്ത് കേട്ടിട്ട് അള്ളാന്റെ ദീനിന് വേണ്ടി എന്ത് ചെയ്തു എന്ന് ആലോചിക്കുമ്പോൾ നെഞ്ചകം പൊള്ളാറുണ്ടോ? ലാ, നിങ്ങൾ വിശുദ്ധ ഖുർആനിലൂടെ ലോകത്തിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചൊരു വാക്കുണ്ട്. നാളെ പരലോകത്ത് ലാ തസൂലു ഖദമ അബ്ദൻ യൗമൽ ഖിയാമ, പരലോകത്ത് കാലിന്റെ ഒരടി മുൻപോട്ട് വെക്കാൻ അള്ളാഹ് അവകാശം തരൂല. ഇവിടെ നിന്ന് ഇറങ്ങി ഒരാൾ ഇപ്പൊ എഴുന്നേറ്റ് പോകണമെന്ന് വിചാരിച്ചാ ഇരിക്കവിടെ നിന്ന് ഞാൻ പറഞ്ഞു എന്നോട് തിരിച്ചു പറയാ എന്റെ പണി നോക്കുന്ന്. പക്ഷെ പരലോകത്ത് മനുഷ്യരെ അള്ളാന്റെ അടുത്ത് നിന്ന് കാലൊരടി അനക്കണമെങ്കിൽ അള്ളാഹ് ചോദിക്കും, നീ അള്ളാന്റെ ദീനിന് വേണ്ടി ആരോഗ്യം കൊണ്ട് എന്ത് ചെയ്തു? ആ ആരോഗ്യം കൊണ്ട് ചെയ്യാൻ അവസരം കിട്ടിയപ്പോ സഹാബത്ത് അതിനിറങ്ങി. കുടുംബത്തെ പറ്റിയോ സമ്പത്തിനെ പറ്റിയോ ചിന്തിക്കാതെ അവരിറങ്ങി. അള്ളാഹ്ക്ക് വേണ്ടിയിട്ട് എന്തിനോ ഒരു സന്നദ്ധരായി. ഒരായത്ത് കേൾക്കുമ്പോഴേക്കും അവരുടെ കണ്ണ് നിറയും. എന്നിട്ട് അവരവരുടെ ജീവിതത്തിലേക്ക് അത് ചേർത്ത് വെച്ച് നോക്കും. പടച്ചോനെ, ഞാൻ എങ്ങനെയാ ഈ ആയത്തുമായിട്ട്, ഈ ആയത്തും ഞാനും തമ്മിൽ എങ്ങനെയാ? ആ ചിന്ത അവരെ ഇസ്ലാമിലേക്കും അള്ളാഹുവിങ്കലേക്കും അടുപ്പിച്ചിട്ടുണ്ടെങ്കിൽ അതാണ് നമ്മളിൽ നിന്ന് ഇല്ലാണ്ടായിക്കൊണ്ടിരിക്കുന്നു. അതുകൊണ്ടാണ് ഞാൻ തുടക്കത്തിൽ പറഞ്ഞതും ജീർണിച്ചത് നമ്മളെ മനസ്സാ. ഒന്ന് കണ്ടിട്ടും നമ്മളെ മനസ്സ് മാറുന്നില്ല. അള്ളാഹിനോർത്ത് നമ്മൾ കരയുന്നില്ല. പടച്ചോൻ ചെയ്തു തരുന്ന സൗകര്യങ്ങളെ പറ്റി ആലോചിച്ച് അള്ളാഹുവിന്റെ അടുത്തേക്ക് മടങ്ങാനും നമ്മൾ റെഡിയല്ല. നമ്മൾ അതിനെ അതിജയിക്കും എന്നൊക്കെ പറഞ്ഞു വാശി പിടിച്ച് തമാശ രൂപേണ നമ്മൾ ഇപ്പോഴും സംസാരിച്ചുകൊണ്ടിരിക്കുക. ദജ്ജാല് വന്നിട്ട് വരെ പേടിക്കാത്ത നമ്മളാ ഇത് വരുമ്പം പേടിക്കുന്നതെന്ന് പറയുമ്പോൾ നമുക്ക് ദജ്ജാലും തമാശയായി, നമുക്ക് ഓരോന്നും ഒരു ലാഘവത്തോടെയായി. എന്നാൽ എന്തുകൊണ്ടാ റബ്ബേ ഇക്കാലം വരെ ഇല്ലാത്തൊരു അസ്തിത്വം ഇല്ലാണ്ടായിക്കൊണ്ടിരിക്കുന്നത്? ഇക്കാലം വരെ നമ്മളെ പൗരത്വത്തെ പറ്റി, നമ്മളുടെ ജീവനെ പറ്റി ഒരാൾ ചോദ്യം ചെയ്യാതിരുന്നിട്ടും വലനബുലുവന്നകും ബിശൈഇൻ മിനൽ ഖൗഫി, 10 കൊല്ലം മുൻപ് വരെ ആയത്ത് വിശദീകരിക്കുമ്പോൾ ഞാൻ ആ ഖൗഫ് അങ്ങ് വിട്ടേക്കും. എന്താ ആ ഖൗഫ് ഇനി നമുക്ക് വരാനില്ല എന്നാ ചിന്തിച്ചിരുന്ന്. മക്ക കാലഘട്ടത്തിൽ പേടിണ്ടായിരുന്നു സഹാബാക്കൾക്ക്, അവർക്ക് സങ്കടം ഉണ്ടായിരുന്നു, ശത്രുക്കളാൽ പീഡിപ്പിക്കപ്പെടുക എന്ന ബേജാറുണ്ടായിരുന്നു. ആ ഭയം കൊണ്ടല്ല പരീക്ഷിക്കും. എന്നാൽ ഇന്നത്തെ കാലഘട്ടത്തിൽ നമുക്കതില്ലാന്ന് 10 കൊല്ലം മുൻപ് മിമ്പറെന്ന് പ്രസംഗിച്ചോനാ ഞാൻ. ആ ആയത്ത് ഇന്നോതിയിട്ട് എനിക്കത് പറയാൻ പറ്റൂല. കാരണം ഖൗഫ് കൊണ്ട് നമ്മൾ ഭയപ്പെടുന്നുണ്ട്, പരീക്ഷിക്കപ്പെടുന്നുണ്ട്.
എവിടെയോ നമ്മൾ ഉള്ളിന്റെ ഉള്ളിൽ പേടിണ്ട്. അസ്തിത്വത്തെ പറ്റിയുള്ള വിചാരണയിൽ നമ്മൾ ആശങ്കപ്പെടുന്നുണ്ട്. അതുകൊണ്ട് തന്നെ മനുഷ്യരെ അല്ലാഹു തആല ഓരോന്നും മാറ്റിമറിക്കുന്നുണ്ട്. അള്ളാന്റെ അടുത്തേക്ക് മടങ്ങി കണ്ണു നിറഞ്ഞ് നാഥന്റെ നേരെ മടങ്ങിയിട്ടില്ലെങ്കിൽ ഈ കാണുന്ന പവറും പത്രാസ് കൊണ്ടും അള്ളാൻ അതിജയിക്കാൻ പറ്റൂല. പടച്ച റബ്ബെങ്ങാനൊന്ന് തിരിഞ്ഞു നിന്നാൽ അള്ളാനെ ഒന്ന് അതിജയിക്കാൻ മതിയാവൂല. നമ്മൾ ഈ ദുനിയാവിൽ നമ്മളെ സമ്പത്തോ അധികാരമോ സ്ഥാനമോ മാനങ്ങളോ കുടുംബോ മതിയാവൂല മനുഷ്യരെ അള്ളാഹ്ക്കെതിരെ നിൽക്കാൻ. അതുകൊണ്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മുസ്ലിം സമൂഹത്തെ ഓർമ്മപ്പെടുത്തിയതും അള്ളാഹു അർശിന്റെ തണല് നൽകുന്ന പരലോകത്ത് പടച്ച റബ്ബിന്റെ സിംഹാസനത്തിന്റെ തണല് കൊടുക്കുന്ന ഒരു വിഭാഗം ആരാന്നറിയോ? വറജുലുൻ ദക്കറല്ലാഹു ഹാലിയൻ, ഒഴിഞ്ഞിരുന്ന് ഒറ്റക്കിരുന്ന് അള്ളാനെ ഓർക്കുന്നവൻ. അപ്പോഴേക്കും അവന്റെ കണ്ണു നിറയും. എന്തുകൊണ്ട്? അവൻ ചെയ്യുന്ന നന്ദി കേടുകൊണ്ടും അള്ള കാണിക്കുന്ന നന്ദി കൊണ്ടും. പടച്ചോൻ എന്ത് കുറവാ മനുഷ്യരെ എനിക്ക് ഇങ്ങൾക്കും തന്ന്. പലപ്പോഴും ഞാൻ പറയാറുണ്ട്, ഞാൻ പ്രസംഗിക്കുന്നതും ഞാൻ പറയുമ്പോഴും ചിലപ്പോൾ ഞാൻ ഇന്നെപ്പറ്റിയും അനുഭവങ്ങളെ പറ്റിയാ ചിന്തിക്കാറുള്ളത്. ഞാൻ എന്നെപ്പറ്റി ചിന്തിച്ചു നോക്കും, പടച്ചോൻ എനിക്കെന്ത് ചെയ്യാൻ പറ്റുന്നുണ്ട്. അതോടൊപ്പം തന്നെ അങ്ങനെ ചിന്തിക്കുന്നു. വദക്കറല്ലാഹു ഖാലിയൻ വഫാലത്ത് ഐനാഹു, അല്ല എന്ത് കുറവാ എനിക്ക് ഇങ്ങൾക്കും തിന്നാൻ തന്നില്ലേ? സഹാബാക്കൾക്ക് അല്ല കൊടുത്തിട്ടില്ല. ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹ നമ്മളെ ഉമ്മ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമനെ പറ്റി പറഞ്ഞതെന്താ? എന്റെ ഹബീബായ റസൂലിന് വയറ് നിറച്ച് ഭക്ഷണം കൊടുക്കാൻ ഭാഗ്യം പടച്ചോൻ എനിക്ക് തന്നിട്ടില്ല എന്ന്. തിന്നാൻ പടച്ചോൻ അനുഗ്രഹം തന്നിട്ടും നമുക്ക് മതിയാവുന്നില്ല. വെച്ച് വിളമ്പിത്തരേണ്ട ഭാര്യമാര് വെച്ച് വിളമ്പിത്തരുന്നില്ല. വീട്ടിലെ പണിക്കാരത്തി ഇല്ലെങ്കിൽ പുറത്തുനിന്ന് ഫുഡും കഴിച്ച് 50 ടിപ്പും കൊടുത്ത് വീട്ടിൽ വന്ന് നീണ്ടു തുറന്ന് കിടക്കാനേ നമ്മളെ കൊണ്ട് പറ്റൂ. രാത്രി 12 മണി വരെ ഉറക്കൊഴിഞ്ഞ് വർത്താനം പറഞ്ഞു കാണേണ്ടി കണ്ടും കടന്ന് 8 മണിക്ക് എഴുന്നേറ്റ് ജോലിക്ക് പോകുന്ന നമ്മളൊക്കെ അള്ളാന്റെ നേരെ കൈനീട്ടുമ്പോൾ സ്വന്തത്തെ പറ്റിയൊക്കെ ഒന്ന് ആലോചിച്ച് നോക്കണം ഇടക്കിടക്ക്. പാചകരത്നം കണ്ടും യൂട്യൂബ് കണ്ടും ആവശ്യമില്ലാത്തത് വെച്ച് വിളമ്പയും പിറ്റേന്ന് കാടിവെള്ളത്തിലേക്ക് തള്ളുമ്പോ ഇപ്പോഴും റോഹിംഗ്യൻ മുസ്ലിമീങ്ങൾ നടുക്കടലിൽ ഉപ്പുവെള്ളം കുടിച്ചിട്ടും പച്ചമീൻ തിന്നിട്ടും ജീവിക്കുന്നതിനെ പറ്റി ആലോചിച്ചിട്ടുണ്ടോ? കോഴിക്കോട് കോർപ്പറേഷനിൽ പണിയെടുക്കുന്ന ഒരു സ്ത്രീ പറഞ്ഞിട്ടുണ്ട്, സുബഹിക്ക് മുസ്ലിമീങ്ങൾ പള്ളിയിൽ പോകുന്നത് നിസ്കരിക്കാനല്ലട്ടോ ഉസ്താദേ, പിന്നെ എന്തിനാ അവര് വേസ്റ്റ് കളയാൻ പോവുക, അതുകൊണ്ട് അങ്ങനെ കളയാൻ പോവുകയാണെങ്കിൽ പള്ളിക്ക് പോകണ്ടെന്ന് പറഞ്ഞേക്കേണ്ടി. ആരാ പറഞ്ഞെന്നറിയോ? ഒരു മുസ്ലിം സ്ത്രീ. മനുഷ്യന്റെ അടിവസ്ത്രത്തിന്റെ ഉള്ളിലൊടുക്കുന്ന നാപ്കിന്നുകളോടൊപ്പം ഭക്ഷണ സാധനങ്ങൾ വേസ്റ്റിലേക്ക് തള്ളാൻ തുടങ്ങി. പാർസലായി വാങ്ങിക്കൊണ്ടുപോയത് അനക്കാതെ മൂടി വെച്ച മൂടി പോലും തുറക്കാതെ പിറ്റേന്ന് റോഡരികിലുള്ള വാഷ് ബേസിലും വേസ്റ്റ് കൊട്ടയിലും കൊണ്ടിടാൻ തുടങ്ങി. അലം യഅ്നിലില്ലദീന ആമനു, സമയായില്ലേ മനുഷ്യരെ സ്വന്തം ഒന്ന് ചിന്തിക്കാൻ. തിന്നും കുടിച്ചും രമിച്ചും ആസ്വദിച്ചുള്ള ജീവിതമല്ല ദുനിയാവ്. പടച്ച റബ്ബിന്റെ ദുനിയാവിൽ അള്ളാന്റെ കണ്ണിലാ നമ്മൾ ഓരോ നിമിഷവും. അതുകൊണ്ട് അള്ളാനെ ഓർക്കണം, അള്ള ചെയ്തിരുന്ന നന്മ ആലോചിക്കണം. ഇരുചക്ര വാഹനത്തിൽ സഞ്ചരിക്കുന്നവൻ മുൻപിലുള്ളവനെ വെട്ടിക്കാനല്ല ചിന്തിക്കണ്ടേ. ഈ 2 ചക്രത്തുമ്മല് 10-20 കിലോ ഉള്ള എന്നെ പടച്ചോൻ കാത്തുകൊണ്ടോന്നില്ലേ? ലക്ഷ്യം തെറ്റി വന്നൊരു വാഹനമെങ്ങാനും എന്റെ വണ്ടിമേലേക്ക് ഇടിച്ചു കയറിയ എന്റെ 4 മക്കൾ അനാഥ, എന്റെ ഭാര്യ അനാഥയാ. പിന്നെ ജീവിതത്തിൽ ഒരു സന്തോഷത്തിന്റെ പുഞ്ചിരി പോലും കൊടുക്കാൻ പറ്റാതെ ഞാൻ ഉണ്ടാക്കി കൊടുത്ത കൂരന്റെ ഉള്ളിൽ മരണം വരെ ഒരു നെഞ്ചുരുകി ജീവിക്കും ഒരു വാഹനം ലക്ഷ്യം തെറ്റി വന്നാൽ. എന്നാലും ഞാൻ വീട്ടിലെത്തുന്നുണ്ടെങ്കിൽ അള്ളാന്റെ കാവല. എന്തു കുറവാ മനുഷ്യരെ പടച്ചോനിക്ക് നോക്കും തന്ന്. നമ്മൾ വരുത്തി വെച്ച കുറെ സ്വയം കുറ്റങ്ങളല്ലാതെ അള്ള കാക്കന്റെ കോലത്തിൽ പടച്ചോൻ കാക്കുന്നുണ്ട്. തരേണ്ടതൊക്കെ അള്ള ഓരോ സമയവും സന്ദർഭവും നോക്കി തരുന്നുണ്ട്. ആ അള്ളാന്റെ അടുത്തേക്ക് അടങ്ങാൻ, അങ്ങനെ അള്ളാഹുവിനെ ഓർത്ത് പടച്ച റബ്ബ് നമ്മളോട് കാണിക്കുന്ന കാരുണ്യത്തിനെ പറ്റി ഒന്ന് ചിന്തിച്ച് ഒരു തുള്ളി കണ്ണ് നിറഞ്ഞാൽ ലാ യലിജുൻ നാറ റജുലുൻ ബകാ മിൻ ഖശിയത്തില്ലാ ഹത്താ യഊദുൽ ലബനു ഫിൽ ലർഇ. ഒറ്റക്കിരുന്ന് അള്ള ചെയ്യുന്ന നമ്മളോട് റബ്ബ് കാണിക്കുന്ന കാരുണ്യത്തെ പറ്റി ഓർത്ത് കണ്ണിൽ ഒരു തുള്ളി കണ്ണുനീര് വന്നോൻ അവൻ ഹത്താ യഊദൽ ലബനു ഫിൽ ലർഇ, കറന്നെടുത്ത പാല് അതിന്റെ അകിടിലേക്ക് മടങ്ങിപ്പോകാത്ത കാലത്തോളം ഓൻ അള്ളാന്റെ സ്വർഗത്തിലായിരിക്കും. ഓൻ നരകത്ത് പ്രവേശിക്കൂല. കറന്നെടുത്ത പാല് അകിടിലേക്ക് തിരിച്ചു കയറ്റാൻ പറ്റൂല. അങ്ങനെ കയറ്റാൻ പറ്റാത്ത കാലത്തോളം അള്ളാന്റെ സ്വർഗത്തിലായിരിക്കും. എന്തേ വേണ്ടിയത്? ബകാ മിൻ ഖശിയത്തില്ല, പടച്ച റബ്ബിനെ ഒന്ന് ഓർത്തിട്ട് നെഞ്ചിലൊരു പടച്ചില്, ചെയ്തരുന്ന നന്മ, നമ്മൾ ചെയ്യുന്ന നന്ദികേട്, പടച്ചവനോട് നമ്മൾ കാണിക്കുന്ന അനാദരവ്, എന്നിട്ടും റബ്ബ് വാരിക്കോരി തരുന്നത്. ഇപ്പോഴൊന്ന് ചിന്തിച്ചു നോക്കി മനുഷ്യര്. നാവുകൊണ്ട് പറയുന്ന കള്ളത്തരം, ശരീരം കൊണ്ട് ചെയ്യുന്ന തോന്നിയാസം, വാക്കുകൊണ്ട് പറയുന്ന മാനഹാനി, സമ്പാദിച്ച് തിന്നുന്നതിനുള്ള ഹറാമ്, കണ്ടുതീരാത്ത തോന്നിയാസങ്ങള്, മറ്റുള്ളവനോട് കാണിക്കുന്ന പക, കുടുംബം മുറിക്കല്, ഇതൊക്കെ ഉണ്ടായിട്ടും
പടച്ചോൻ അങ്ങനെ കൊണ്ടുപോവുക. അത് നമുക്കും അറിയാം. അതുകൊണ്ടാ അള്ളാന്റെ കാവലുകൊണ്ട് അങ്ങനെ പോണെന്ന് പറയും. അതും നമുക്ക് ഉറപ്പുണ്ട് അള്ളാന്റെ കാവലുകൊണ്ടാ പോണ്. അതൊന്ന് ഒറ്റക്കിരുന്ന് ആലോചിച്ച് കണ്ണുനീരോടെ അള്ളാന്റെ അടുത്തേക്ക് മടങ്ങാൻ അതിന് നിങ്ങൾക്ക് സമയമായിട്ടില്ല എന്ന് അള്ളാഹു തആല ചോദിക്കുന്നത്. നിങ്ങൾ അള്ളാന്റെ അടുത്തേക്കൊന്ന് മടങ്ങാൻ. മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിൽ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമസ്കരിക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു ശബ്ദത്തെ പറ്റി സഹാബാക്കൾ പറഞ്ഞിട്ടുണ്ട്. വഹുവ യുസല്ലി വലി ജൗഫിഹി അസീസുൻ കഅസീസിൽ മിർജൽ മിനൽ ബുകാ. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ നിസ്കരിക്കാൻ നിന്നാൽ തിളച്ചു മറിയുന്ന ചട്ടിയിൽ നിന്ന് എന്താണോ വെള്ളത്തിന്റെ ശബ്ദം, അതായിരുന്നു റസൂലുള്ളാഹിന്റെ നെഞ്ചിന്റെ ഉള്ളിൽ നിന്ന് ഞങ്ങൾക്ക് കേൾക്കാൻ പറ്റുക. ചിലപ്പോൾ റസൂല് വിതുമ്പും, ചിലപ്പോൾ സഹാബാക്കൾ കൂടെ വിതുമ്പും, ചിലപ്പോൾ അവര് കരഞ്ഞ് കരഞ്ഞ് പൊട്ടിക്കരയും. നമ്മൾ ഇതൊക്കെ ഇപ്പൊ കാണണമെങ്കിൽ യൂട്യൂബിൽ ഏതോ നാട്ടിൽ നടന്ന് കാണണം. ഏതോ നാട്ടിൽ ഏതോ ഒരു ഇമാമ് കരഞ്ഞ് നമ്മൾ ഇങ്ങനെ കണ്ടിട്ട് പറയും കരയുന്നില്ലേന്ന്. നമ്മളെ ആയത്തോതിയിട്ട് നമ്മളെ നെഞ്ച് പൊട്ടിയിട്ടില്ല, നമുക്കൊരു സങ്കടവും വന്നിട്ടില്ല. ഓന്റെ കരച്ചിൽ കണ്ടിട്ട് നമുക്ക് കരച്ചിൽ വന്നിട്ടുണ്ട്. അതുകൊണ്ടാ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമന്റെ കാലഘട്ടത്തിൽ നമസ്കരിച്ചതിനിടയിൽ എന്തോ വീഴുന്ന ശബ്ദം കേൾക്കും. ഉടനെ സലാം വീട്ടിക്കഴിഞ്ഞ് റസൂലുള്ള തിരിച്ചു ചോദിക്കും, ആരാ വീണ്? സഹാബാക്കൾ പറയും, റസൂലെ ഇന്ന ആൾക്കാർ വീണിട്ടുണ്ട്. അവരെ അരികിൽ വന്ന് വെള്ളെടുത്ത് അവരെ മുഖത്ത് തളിച്ച് ബോധം തെളിഞ്ഞ ആ സഹാബാക്കളോട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിക്കും, സഹാബത്തെ പട്ടിണി കൊണ്ടാണോ വിശപ്പ് കൊണ്ടാണോ എന്തെങ്കിലും കഴിച്ചിട്ടേ നിസ്കരിക്കാൻ വരാവൂ എന്ന് പറഞ്ഞിട്ടില്ലേ ഞാൻ? അവർ പറഞ്ഞു, റസൂലെ വെള്ളം കുടിച്ചിട്ടുണ്ട്. പിന്നെ എന്തേ നിങ്ങൾക്ക് ബോധക്കേട് വരാൻ? നിങ്ങൾ ആ ഓതിയ ആയത്ത് കേട്ടപ്പോ സങ്കടം സഹിച്ചില്ല റസൂലെ, ഞങ്ങൾ അങ്ങ് നെഞ്ഞു പൊട്ടിപ്പോകുന്നത് പോലെ തോന്നി. ഏതാ സഹാബാക്കൾ ഏറ്റവും കൂടുതൽ ബോധം കെട്ട് വീണ ആയത്ത് എന്നറിയോ? യാ അയ്യുഹല്ലദീന ആമനൂ ഖൂ അൻഫുസകും വഅഹ്ലീകും നാറാ വഖൂദുഹൻ നാസു വൽ ഹിജാറ അലൈഹാ മലായികത്തുൻ ഗിലാദുൻ ശിദാദുൻ ലാ യഅസൂനല്ലാഹ മാ അമറഹും വയഫ്അലൂന മാ യുഅ്മറൂൻ. യാ അയ്യുഹല്ലദീന ആമനൂ, അല്ലയോ സത്യവിശ്വാസികളെ, ഖൂ അൻഫുസകും വഅഹ്ലീകും നാറാ, നിങ്ങൾ നിങ്ങളെയും നിങ്ങളുടെ കുടുംബത്തെയും നരകത്തിൽ നിന്ന് കാത്തിരക്ഷിക്കണം. രണ്ടും അല്ലാഹു ഒപ്പരാ പറഞ്ഞേ. ഖൂ അൻഫുസകും, നിങ്ങൾ നിങ്ങളെ രക്ഷപ്പെടുത്തണം. നമ്മൾ പെർഫെക്റ്റാ, സുബീക്ക് പള്ളിയിൽ പോവും, മക്കളെ വിളിച്ചാൽ വരൂല, ഓളെ വിളിച്ചാൽ എണീക്കൂല, ഇതാ നമ്മളെ വർത്താനം. പോരാ, ഖൂ അൻഫുസകും വഅഹ്ലീകും, നിങ്ങളുടെ കുടുംബം ഉണ്ടാവണം. നിങ്ങൾ ഒറ്റയ്ക്ക് ഞാൻ പെർഫെക്റ്റ് ആയിരുന്നു റബ്ബേ, ഞാനൊരു വക്തും തെറ്റിച്ചിട്ടില്ല, ഞാൻ സുബീക്ക് പോകാതിരുന്നിട്ടില്ല, ഞാൻ ഖുർആൻ ഓതാതിരുന്നിട്ടില്ല, ഞാനൊരു തോന്നിയാസത്തിന് കാണാൻ കുത്തിരുന്നിട്ടില്ല. പോരാ, ഖൂ അൻഫുസകും വഅഹ്ലീകും, നിങ്ങളുടെ കുടുംബവും രക്ഷപ്പെടുത്തണം. അത് നിങ്ങളുടെ ഉത്തരവാദിത്ത, അതൊരു വാപ്പാന്റെ ഇമ്മാന്റെ ഉത്തരവാദിത്ത, നിസാര കർമ്മല്ല, നിസാര ഉത്തരവാദിത്തല്ല അല്ലാഹു തന്ന്. വഖൂദുഹൻ നാസു വൽ ഹിജാറ, മനുഷ്യരെയും കല്ലുകളെയും ഇന്ധനമായി കത്തിക്കുന്ന അഗ്നി. അതുകൊണ്ട് ആലോചിക്കുമ്പോഴേക്കും നബിയെ, സ്വന്തം മക്കളെയും കുടുംബത്തിനെയും ചിന്തിക്കുമ്പോഴേക്കും ഞങ്ങൾ ബോധം കെട്ടുപോകും, ഞങ്ങൾ ബേജാറായി വീണുപോകും. ഈ ആയത്തും നമ്മൾ ഒരുപാട് തവണ കേട്ടതാ. സ്വന്തം മക്കളെ മുഖത്തേക്ക് നോക്കി ഈ ആയത്ത് ആലോചിച്ചിട്ട് നെച്ചു പൊട്ടാറുണ്ടോ നമുക്ക്? സ്വന്തം കുടുംബത്തെ എങ്ങനെ കുത്തിരിപ്പിച്ചിട്ട് പടച്ചമ്പുരാനെ ഈ മക്കള് കാരണം അള്ളാന്റെ അടുത്ത് ഞാനിപ്പോ തലയും കുനിച്ച് പോണ്ടിരല്ലോ എന്ന ആശങ്ക ഉണ്ടോ നമുക്ക്? കണ്ണ് നിറഞ്ഞിട്ടുണ്ട് അതിന്റെ പേരിൽ. ചില വാപ്പാര് പറയലുണ്ട്, എന്റെ മക്കൾ ഒന്നും കുരുത്തം പിടിച്ചില്ല. എങ്ങനെ? മൂത്തോൻ കൈക്കോട്ടെത്തുന്നോ, രണ്ടാമത്തെ പീഡിയ എടുക്കുന്നോ, ഇളയോൻ മൊബൈൽ പീഡിയക്കാരന്, അതാ ബേജാറ്. അല്ലാണ്ട് മക്കള് ദീനിന്ന് പോയി എന്നുള്ള ബേജാറല്ല. ദുനിയാവെന്ന് മക്കൾക്കൊക്കെ കുറഞ്ഞുപോയി, കിട്ടുന്നതും കുറഞ്ഞുപോയി. ഇളയോളെ കെട്ടിച്ച് അവിടേക്കായി പോയി, ബിയാപ്പിള പോരാ, രണ്ടാമത്തോളെ കെട്ടിച്ച് ഇങ്ങിട്ടായി പോയി, അത് അത്രയും പോരാ. എന്നാ പടച്ചോനെ, ദീനുള്ള മക്കളാ എന്റെ മക്കള് എന്നൊരു സന്തോഷം, അതില്ലാത്തതിന്റെ പേരിൽ ഒരു സങ്കടം, ഒരു കണ്ണ് നിറയല് ഉണ്ടായിട്ടുണ്ടോ നമുക്ക്? അതാണ് അള്ളാഹ് ചോദിച്ചതും. അത് കേട്ടിട്ട സഹാബാക്കൾ ബോധം കെട്ടു വീണതും. ഞാൻ അവസാനിപ്പിക്കുകയാണ്. അതുകൊണ്ടാ മനുഷ്യരെ, ദുനിയാവിൽ കഥ കേട്ടിട്ട് കരയാം നമുക്ക്. ഉപേക്ഷിച്ച കഥയും ക്രൂരത ചെയ്ത കഥയും സിനിമാ കഥകളും സീരിയലിലെ കഥകളും കാണിച്ചിട്ട് കരയാം. കരഞ്ഞ് കണ്ണീരോടെ നമുക്ക് ചിലർക്ക് എഴുന്നേറ്റ് നടക്കാം. പക്ഷെ നാഥൻ ചെയ്യുന്ന നന്മ ആലോചിച്ച് തിരിച്ചല്ലാന്റെ തൃപ്തി നേടാനുള്ള ഒരു പരിശ്രമം പോലും നമ്മൾ നടത്തിയിട്ടില്ല എന്ന് ചിന്തിക്കുമ്പോ ആ സമയത്ത് നമ്മളെ കണ്ണ് നിറയുന്നുണ്ടെങ്കിൽ മനസ്സിൽ നനവുണ്ട് മനുഷ്യരെ, മാറാനുള്ള നനവുണ്ട് മനസ്സിൽ. അത് അള്ളട്ട് തന്ന നനവാ. അതിനുവേണ്ടി ഒരുങ്ങാൻ, അതിനുവേണ്ടി മാറാൻ അള്ളാഹ് നമ്മളെ മനസ്സിലിട്ട് തന്ന നനവാണത്. അതിനുവേണ്ടി കണ്ടെത്തണം. മഹാനായ പ്രവാചകന്റെ സഹാബാക്കളും നമസ്കരിക്കാൻ നിൽക്കുമ്പോ പോലും ഒരൊറ്റ ആയത്ത് അല്ലേ, മഹാനായ ഉബയ്യ റളിയല്ലാഹു അൻഹുവിനെ തിരുദൂതൻ ഒരിക്കൽ അടുത്തേക്ക് വിളിച്ചു. എന്നിട്ട് പറഞ്ഞു, ഉബയ്യെ, ഇന്നല്ലാഹു അസ്സ വജല്ല അമറനി അൻ അഖ്റ അലൈക. ഉബയ്യെ, അള്ളാഹ് എനിക്ക് വഹ്യ് തന്നിട്ടുണ്ട്. എന്ത് നബിയെ? താങ്കൾക്ക് ഒരു ആയത്ത് ഓതിത്തരാൻ. ഉബയ്യെ, താങ്കൾക്ക് ഒരു ആയത്ത് ഓതിത്തരാൻ അള്ളാന്റെ കൽപ്പനയുണ്ട്. ഉടനെ ഉബയ്യ റളിയല്ലാഹു അൻഹു ചോദിക്കും, ഖാല സമ്മാനി,
നബിയെ നിന്റെ പേര് അല്ല പറഞ്ഞോ? ഉബയ്യനോടാണ് അത് ചെല്ലിത്തരേണ്ടിയെന്ന് അല്ല പറഞ്ഞോ? ഖാല നഅം, പറഞ്ഞു. ഏതാ റസൂലേ? ലം യകുനിൽ ലദീന കഫറൂ എന്നൊരൊറ്റ ആയത്ത്. ആ ആയത്തിലുണ്ട് വിശ്വാസം തിരിഞ്ഞിട്ടും ആ വിശ്വാസത്തിലേക്ക് തിരിച്ചു വരാത്ത, അതാ മുനാഫിക്കീങ്ങളിൽപ്പെട്ട ചില ആളുകൾ വെറുതെ വേഷം കെട്ടി ഇസ്ലാമിന്റെ പേരിൽ വരും. നിസ്കാരവും നോമ്പും ഒക്കെ ഉണ്ടെങ്കിലും ഉള്ളിൽ ഒരു പടച്ചോൻ പേടി ഉണ്ടാവൂല. അള്ളാൻ ആലോചിച്ചിട്ട് ഒരു തുള്ളി കണ്ണീരും ഓൽക്ക് ഉണ്ടാവൂല. പടച്ചോനാ ഇതൊക്കെ തരുന്നെന്ന് ഓൽക്ക് അറിയാമെങ്കിലും ആ തന്നതിന് തിരിച്ചെന്തെങ്കിലും പടച്ചോന് കൊടുക്കണമെന്ന് ഓൽക്ക് ഓർമ്മ ഉണ്ടാവൂല. ആ ആയത്ത് ഉബയ്യ് ബിൻ കഅബ് റളിയല്ലാഹു അൻഹുവിന് റസൂലുള്ളാഹി ഓതി കൊടുത്തപ്പോ ഫബകാ, അദ്ദേഹം കുനിഞ്ഞിരുന്ന് കരയാൻ തുടങ്ങി. വീണ്ടും ചോദിച്ചു, നബിയെ ഓല സമ്മാനി എനിക്കാന്ന് അല്ലാഹ് പറഞ്ഞോ? പറഞ്ഞു ഉബയ്യേ, 6000 ആയത്ത് എനിക്ക് നോക്കുക. പടച്ചോൻ നേർക്ക് നേരെ പറഞ്ഞതാ. നിങ്ങൾക്ക് ആ ഖുർആൻ, നമ്മക്ക് ആ ഖുർആൻ. 6000 ആയത്ത്. ഒരായത്ത് കേട്ടപ്പോഴേക്കും സഹാബത്ത് കരഞ്ഞു. അവരെ ജീവിതത്തിൽ മാറ്റണ്ടായി. നിറക്കണ്ണുകളോടെ പള്ളിയിൽ നിന്ന് അവരിറങ്ങി നടന്നു. 6000 ആയത്തോതിയിട്ട് ഒരായത്തിനെ കൊണ്ടുപോലും നെഞ്ചിന്റെ ഉള്ളിൽ ഒരു പെടച്ചിൽ വന്നിട്ടില്ലെങ്കിൽ മാറാൻ സമയമായിട്ടുണ്ട് മുഅ്മിനീങ്ങളെ. അതേ അള്ളാഹ് ആഗ്രഹിക്കുന്നുള്ളൂ. നമ്മളെ ബേജാറാക്കാനല്ല പടച്ചോൻ ഇതൊക്കെ തരുന്നത്. നമ്മൾ അള്ളാന്റെ അടുത്തേക്ക് അടക്കാനാ. പരീക്ഷണങ്ങളായിട്ടും ഭയപ്പാടായിട്ടും അസ്തിത്വം നഷ്ടപ്പെടുത്തിയിട്ടും പടച്ചോൻ നമ്മളെ ടെസ്റ്റ് ചെയ്തിട്ട് പറയാ, വെറും നിക്കാരോ നോമ്പ് മാത്രം പോരാ. പകയും വെറുപ്പും വിദ്വേഷവും അഹന്തയും അഹങ്കാരവും പൊങ്ങച്ചവും പുച്ഛവും അതൊക്കെ ഒഴിവാക്കണം. തോന്നിയാസങ്ങളും കൊള്ളകളും കൊള്ളിവെപ്പുകളും ഒക്കെ ഒന്ന് മാറ്റി വെക്കണം. എന്നിട്ട് നിങ്ങൾ അള്ളാന്റെ അടുത്തേക്ക് അടുത്തു നോക്കൂ, അള്ളാഹു കൂടെ ഉണ്ടാകും. അതാണ് റബ്ബ് നമ്മളോട് പഠിപ്പിച്ചതും. അതുകൊണ്ട് കരയുന്ന കണ്ണുകൾ ഒരു ഭാഗ്യ. അള്ളാഹിനെ ഓർത്ത് കരയാൻ പറ്റുക എന്നുള്ളത്. അള്ളാഹിന്റെ തിരുദൂതൻ പറഞ്ഞല്ലോ, സുബഹിന്റെ മുൻപ് തഹജ്ജുദിന്റെ സമയത്ത് ലോകം നിശബ്ദമാകുമ്പോ ഒന്ന് എഴുന്നേറ്റ് നോക്കി നിങ്ങള്. എന്നിട്ട് ഇക്കാലം വരെ ചെയ്തതും പറഞ്ഞതും ചെയ്തു കൂട്ടിയതൊക്കെ ഒന്ന് അള്ളാന്റെ അടുത്ത് അക്കങ്ങളിട്ട് നിരത്തി നോക്കി. 1 മണിക്കൂർ എടുത്ത് പറഞ്ഞു നോക്കി നിങ്ങള്. നമ്മൾ ചെയ്ത കാലങ്ങൾ പോലും ചെയ്ത ഓരോ കാര്യങ്ങള്, നമ്മൾ ചെയ്ത വ്യഭിചാരം, നമ്മൾ ചെയ്ത കള്ളത്തരം, നമ്മൾ ചെയ്ത തോന്നിയാസം, നമ്മൾ കാണിച്ച പറ്റിക്കല്, നമ്മൾ തിന്ന ഹറാമ്, നമ്മൾ കാണിച്ച പക, നമ്മൾ വെട്ടിപ്പിടിച്ച മുതല്, ഇതൊക്കെ അള്ളാന്റെ മുൻപിൽ ഇങ്ങനെ നിരത്തി വെച്ച് നോക്കേണ്ടി. അറിയാണ്ട് കണ്ണിന്റെ ഉള്ളില് നമ്മളെ ബേജാറ് പാടിക്കും, നമ്മളെ നെഞ്ച് പടയും. ആ പെടച്ചില് മതി അള്ളാഹ്ക്ക് നമ്മളോട് കാരുണ്യത്തോടൊന്ന് തിരിച്ചു വരാൻ. അതല്ല, ഇതൊന്നും അള്ളഹാനോട് പറയാനൊന്നും നേരല്ല. 12 വരെ സമയം പോക്കും, രാവിലെ 7 മണിക്ക് എഴുന്നേറ്റ് പിന്നെയും ഓടാനോടും. ഇതിന്റെ ഇടയ്ക്ക് ചെയ്തോ ഇതൊന്നും നമുക്കൊരു കുറ്റമായിട്ടേ തോന്നുന്നില്ല. അതാ ഞാൻ തുടക്കത്തിൽ പറഞ്ഞ് അവസാനിപ്പിച്ചതും. ഇന്നത്തെ ഏറ്റവും വലിയ ജീർണത എന്താണെന്നറിയാവോ? അത് മനുഷ്യന്റെ മനസ്സാ. നശിച്ചു പോയിട്ടുണ്ട് മനുഷ്യന്റെ മനസ്സ്. ആ മനസ്സിൽ കാരുണ്യവും സ്നേഹവും സങ്കടമൊന്നും ഇല്ലപ്പോ. അവനാന്റേത് എന്നുള്ള ഓട്ടാണിപ്പോ. നമ്മൾ കഴിച്ചിലാവണം, നമ്മൾത് നേടണം, നമുക്ക് വെട്ടിപ്പിടിക്കണം. നമ്മളെ സന്തോഷം, നമ്മളെ സുഖം, നമ്മളെ റാഹത്ത്, അതിലേതോ കണ്ണ് നിറച്ചാലും വേണ്ടിയില്ല. പടച്ചോനോട് പോലും ഒരു നന്ദിയില്ല. അള്ളാഹ് തരുന്നത് കയ്യും നീട്ടി സ്വീകരിക്കുക, അള്ളാഹിനെ വെല്ലുവിളിച്ച് ജീവിക്കുക. ആ ഒരു അവസ്ഥയാണ് നമ്മളെ പടച്ച റബ്ബ് വീണ്ടും വീണ്ടും പരീക്ഷണത്തിന്റെ മുൾമുനയിൽ നിർത്തുന്നത് എന്ന ബോധമുണ്ടെങ്കിൽ അള്ളാഹ് നമ്മളെ കൂടെ നിൽക്കും. അള്ളാഹ് കൂടെ ഉണ്ടെങ്കിൽ വേറൊരു മഹ്ലൂക്കിനും ഭൂരിപക്ഷത്തിനും നമ്മളെ തൊടാനും പറ്റൂല. പക്ഷെ പടച്ചോൻ ഉണ്ട് കൂടെ എന്ന് നമുക്ക് ഉറപ്പുണ്ടാവണം. അള്ളാഹ് പറഞ്ഞല്ലോ, റളിയല്ലാഹു അൻഹും, നബിയെ എന്റെ ജനതനെ എനിക്ക് ഇഷ്ടമായിട്ടുണ്ട് കേട്ടോ. റളു അൻഹു, അവർക്ക് അള്ളാനെ ഇഷ്ടമായിരുന്നു, അള്ളാഹ്ക്ക് അവരെ ഇഷ്ടമായിരുന്നു. നമുക്ക് അള്ളാനെ മാത്രം ഇഷ്ടമുണ്ടായാൽ പോരാ, അള്ളാഹ്ക്ക് നമ്മളെ ഇഷ്ടാവണം. ആ ഇഷ്ടാവാനുള്ള മാറ്റമൊക്കെ എൻ്റെ ഉണ്ടോ എന്ന് സ്വയം ചിന്തിക്കുമ്പോൾ അള്ളാഹ് നമ്മളെ കൂടെ ഉണ്ടാവും, കൂടെ വരും. ആ മാറ്റം ഉൾക്കൊള്ളാൻ നമുക്ക് അള്ളാഹു തൗഫീക്ക് നൽകുമാറാകട്ടെ. ഇതേ സന്തോഷത്തോടെ റബ്ബിന്റെ സ്വർഗത്തിലും അള്ളാഹു താല നമ്മളെല്ലാവരെയും ഒരുമിപ്പിച്ചു കൂട്ടുമാറാകട്ടെ. മക്കളില്ലാതെ സങ്കടപ്പെടുന്ന ഒരുപാട് ഇണകളുണ്ട് നാഥ. പ്രാർത്ഥിക്കണമെന്ന് വസിയത്ത് തന്നവർ ഓരോരുത്തർക്കും മക്കൾ എന്ന അനുഗ്രഹം നൽകി അവരോട് നീ കാരുണ്യം കാണിക്കണമേ. മക്കൾ ഉണ്ടായിട്ടും മനസ്സ് വേദനിക്കുന്ന മാതാപിതാക്കളുണ്ട്. മാതാപിതാക്കൾ കാരണം സങ്കടപ്പെടുന്ന മക്കളും ഉണ്ട്. എല്ലാവർക്കും ദീനിൽ ഉറച്ചു നിന്ന് സമാധാനത്തോടെ ജീവിക്കാൻ നീ തൗഫീക്ക് നൽകണമേ. രോഗം കൊണ്ട് ബുദ്ധിമുട്ടുന്ന സങ്കടപ്പെടുന്ന ഒരുപാട് മനുഷ്യരുണ്ട് നാഥ. ക്ഷമയോടെ ആ രോഗത്തെ നേരിടാനും എളുപ്പത്തിൽ ശിഫ നൽകി ആരോഗ്യത്തോടെ ജീവിതത്തിലേക്ക് തിരിച്ചു വരാനും അവർക്കും ഞങ്ങൾക്കും തൗഫീക്ക് നൽകണമേ. മരിച്ചുപോയ സഹോദരി സഹോദരന്മാർ, മാതാപിതാക്കൾ, മക്കൾ, ഭാര്യമാർ, ഭർത്താക്കന്മാർ എല്ലാവരുടെയും ഖബർ നീ വിശാലമാക്കുകയും അവരെയും ഞങ്ങളെയും ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിപ്പിച്ചു കൂട്ടുകയും ചെയ്യണമേ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻത സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻത തവ്വാബുർ റഹീം. നിങ്ങളുടെ പ്രാർത്ഥനയിൽ നിങ്ങൾ എന്നെ ഉൾപ്പെടുത്തണം. ഒരുപാട് യാത്ര ചെയ്യുന്ന ആളാണ്. വസല്ലല്ലാഹു അലാ നബീന. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.